ഹലോ, നിങ്ങൾക്ക് ഞാനൊരു ചോദ്യത്തോടെയാണ് ഇന്നത്തെ ലൈവ് ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ യൂണിറ്റിൽ ലാസ്റ്റ് യൂണിറ്റ് 6th യൂണിറ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. ഇതിൽ നിങ്ങളുടെ ലെസണിൽ നോക്കുമ്പോൾ തന്നെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ എന്താണെന്ന് മനസ്സിലായോ? മെഷീനറിയുടെ ആ വേവ്മെൻറ്റാണ്. കൂടാതെ ചാർലി ചാപ്ലിൻ്റെ ഒരു പിക്ചറുണ്ട്. അത് എന്തുകൊണ്ടാണ് ആ പിക്ചർ അവിടെ കൊടുത്തിട്ടുള്ളതെന്ന് ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഓഫ് industrialization which occurred in England during the 18th century. So everything was mechanized. From there, നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റി സിംബോളിക്കായിട്ടുള്ള ഒരു പിക്ചറാണിത്. കൂടാതെ നിങ്ങൾക്കൊരു ചാർലി ചാപ്ലിൻ്റെ മൂവീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റുഡൻസ്. അതിൽ സംസാരമില്ല, പക്ഷേ ദ കോൺസെപ്റ്റ് ഓഫ് ദ ലെസൺ ഓർ കോൺസെപ്റ്റ് ഓഫ് ദ മൂവി ഈസ് ഗിവൺ വിത്ത് എക്സ്പ്രഷൻസ്. ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻസ് ആണ് ചാർലി ചാപ്ലിൻ്റെ. ഹിലേറിയസ് ആയിട്ട് അല്ലെങ്കിൽ തമാശ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ മാറ്ററും സീരിയസ് മാറ്ററൊക്കെ തമാശ രൂപത്തിൽ എടുത്തിട്ടാണ് നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ കഥകളിൽ കൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൽ ലീപ്സ് ആൻഡ് ബൗണ്ട്സിൽ ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമ്മൾ സയൻസിനെ പറ്റിയും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റിയും ടെക്നോളജി ഡെവലപ്മെൻറ്റിനെ പറ്റിയും 3 ചാപ്റ്റേഴ്സാണ് ഈ യൂണിറ്റിൽ വരുന്നത്. ഈ 3 ചാപ്റ്റേഴ്സും ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആയിരിക്കില്ല, വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പോകും. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസും, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലെസൺ. നിങ്ങളുടെ പരീക്ഷയിൽ ആനുവൽ എക്സാമിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള എക്സാമിന് വരാൻ പറ്റുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് നല്ലപോലെ എഴുതി മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഞാൻ ലെസൺ തുടങ്ങുകയാണ്. ഇൻട്രൊഡക്ഷൻ ആദ്യം തരും, ലെസനെ പറ്റി യൂണിറ്റിനെ പറ്റി ഇൻട്രൊഡക്ഷൻ തരും. അതിനുശേഷം ചാപ്റ്റർ 1, 2, 3 എന്നുള്ള ലെവലിലായിരിക്കും പോവുക. ഇവിടെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഹാവ് ബ്രോട്ട് about big changes in every walk of life. Technology has transferred every corner of the world. The ടെക്നോളജീൻ്റെ ബെനിഫിറ്റ് കൊണ്ട് ഒരുപാടാണ് ഡെവലപ്മെൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ലീപ്പ് എന്ന് പറയുന്നത്. ലീപ്പ് എന്ന് വെച്ചാൽ ഗോയിങ് ഫോർവേഡ് അറ്റ് ഹൈ സ്പീഡ്. സയൻസിൻ്റെ ഡെവലപ്മെൻറ്റും ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റും കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങി അവിടെ നിന്ന് അങ്ങനെ മേലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡെവലപ്മെൻറ്റിൻ്റെ പാദത്തിൽ. It caters to the demand of everyone, including differently abled. What do you mean by differently abled? എന്താ അത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് വെച്ചാൽ എല്ലാവരും ഒരേമാതിരി ഇരിക്കില്ല. അത് ജന്മന ഓരോരുത്തർക്ക് വ്യത്യാസങ്ങളുണ്ട്. ജന്മം കൊണ്ട് ഓരോരുത്തർക്ക് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല, കേൾവി ഇല്ല, അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ എന്താ പറയുക, മൂകരെന്ന് പറയും. അപ്പോൾ അവരെ ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ദ ഫോം ഓഫ് ഡിസേബിൾഡ് പീപ്പിൾ എന്നുള്ള ലെവലിൽ വരുന്നു. ഹായ്, വെൽക്കം എല്ലാവർക്കും ചെയ്തെന്ന് ഞാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ, സംശയം വരുമ്പോൾ നമ്മുടെ ചാറ്റിൽ വരിക. കഴിയുന്നിടത്തോളം ഞാനത് തീർത്ത് പോകുന്നു. ദ പ്രോഗ്രസ് ഹവർ നോട്ട് വിത്തൗട്ട് ഹസാർഡ്സ്. എല്ലാത്തിനും ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സൈബർ സ്പേസ് എന്നുള്ള ഒരു ലെസൺ അതിനെപ്പറ്റി എഴുതിയിട്ടുള്ളത് എസ്തർ ഡൈസൺ ആണ്. ഓൺ ദ യൂസ് ഓഫ് ആൻഡ് അബ്യൂസ് ഓഫ് സൈബർ സ്പേസ്. സൈബർ സ്പേസിൻ്റെ നന്മയും ചിന്മേനെയും പറ്റി എടുത്തു പറയുന്നു, അല്ലെങ്കിൽ എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് എടുത്തു പറയുന്നു. അടുത്ത ലെസൺ ചാപ്റ്റർ 2 വരുന്നത് ഈസ് ദ സൊസൈറ്റി ഡെഡ്? ഈ സൊസൈറ്റി മരിച്ചുപോയോ എന്നുള്ള ലെസണിനെ പറ്റി ആൻഡ്രൂ സല്ലീവൻ ആണ് ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു റൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഐപോഡ് ജനറേഷൻ, അതായത് ഈ കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരുടെയും കാതിൽ ഐപോഡ് ഇതും വെച്ചുകൊണ്ട് നടക്കുന്നതും. വളരെ നേരത്തെ തന്നെ ഇതൊക്കെ ഫോറിൻ കൺട്രിയിലുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് ബാക്കിയുള്ളവരുമായിട്ടുള്ള ഡിസ്കണക്ഷനാണ് വരുന്നത്. കാരണം സൊസൈറ്റിയിൽ നേരിട്ട് നോക്കി സംസാരിക്കാനോ ഡിസ്കഷൻ ചെയ്യാനോ താല്പര്യമില്ല, എല്ലാം മെസ്സേജിങ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഹായ് മാം, ആഷ്ലി മാം, ഹൗ ആർ യു? ഫൈൻ.
Okay, thank you. Thank you very much. Okay, so this മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത് ദ ഷോർട്ട് സ്റ്റോറി. ദ ഷോർട്ട് സ്റ്റോറിയില്ല ടൈറ്റിൽ എന്താ കൊടുത്തിട്ടില്ലേ? കൺസെപ്ച്വൽ ഫ്രൂട്ട് ബൈ തൈസ ഫ്രാങ്ക് പ്രസൻസ് ദ എഫക്ട്സ് ഓഫ് ലവിങ് ഫാദർ to enable his differently abled daughter to make sense of the world around her with the help of technology. ഇവിടെ തേർഡ് ചാപ്റ്ററിൽ വരുന്നത് ഒരു ഫാദറിൻ്റെ കൺസേൺ ആണ്. ആ മകളുടെ ലൈഫിൽ മകൾക്കൊരു പ്രശ്നമുള്ളത് കൊണ്ടും ആ കുട്ടി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചൈൽഡ് ആയതുകൊണ്ടും ആ കുട്ടിയെ പറ്റിയുള്ള അച്ഛൻ്റെ ഒരു പ്രതീക്ഷകളും അവളെ ഏതൊക്കെ വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ടെക്നോളജി കൊണ്ട് സഹായം ചെയ്യുന്നതാണ് തേർഡ് ചാപ്റ്ററിൻ്റെ തീം ഓഫ് ദ ലെസൺ. ഈ പിക്ചർ നിങ്ങൾ ഞാൻ തന്നിട്ടുള്ളത് നോക്കൂ. ഇതിൽ മുഴുവൻ മിഷനറീസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ദ യൂസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ എവറിത്തിങ്. ദിസ് ഇസ് മെക്കനൈസേഷൻ, എൻ്റർടൈൻമെൻറ്റിൽ വരുന്നുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി, ഫിലിം വേൾഡിൽ, അതേമാതിരി നമ്മളുടെ സയൻസിൽ മെഡിക്കൽ ഫീൽഡിലും വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഫീൽഡിലും വരും സയൻസിൻ്റെയും യൂസേജ്. അതാണ് സ്റ്റോറി. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് സാധാരണമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയിൽ വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് റോൾ ഓഫ് ടെക്നോളജി റൈറ്റപ്പായിട്ട് എസ്സേ റൈറ്റിംഗ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, മോഡേൺ സൊസൈറ്റിയും ടെക്നോളജി സയൻസ് ആൻഡ് ഡെവലപ്മെൻറ്റിനെ പറ്റി കമ്പാരിസൺ ആയിട്ട് ചോദിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് അനുസരിച്ചിട്ട് എഴുതി പോവുക. ഇൻ മോഡേൺ സൊസൈറ്റി ടെക്നോളജി ഈസ് ആൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് അവർ ലൈഫ്. ഒന്നും ഇല്ലാണ്ട് ഇപ്പോൾ ടെക്നോളജി ഇല്ലാണ്ട് പറ്റില്ല, ഫോൺ ഇല്ലാണ്ട് പറ്റില്ല, ഇൻ്റർനെറ്റ് ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ടെക്നോളജി ഹാസ് ടേക്കൺ ഓവർ അവർ ആക്ടിവിറ്റീസ് ടു മച്ച്. കൺട്രോൾ ഇല്ലാണ്ട് പോയില്ല, ഡ്രൈവ് ചെയ്ത് കാറില്ലാണ്ട് പോകാൻ പറ്റില്ല, ട്രെയിനില്ലാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാ വിധത്തിലും ടെക്നോളജിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഹാസ് റോൾ ഇൻ എവറിത്തിങ് ദാറ്റ് വി ഡു ത്രൂ വി സംടൈംസ് ഡു നോട്ട് റിയലൈസ് ഇറ്റ്. താങ്ക്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി വെയർ there are many breakthroughs in different fields such as ഒന്ന് കമ്മ്യൂണിക്കേഷൻ, പരസ്പരം ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ. പണ്ട് കാലത്ത് പഴയ ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ. പിന്നെയാണ് ഗ്രാജുവലായിട്ട് അത് മൊബൈൽ സിസ്റ്റത്തിലേക്ക് വരികയും ഒരു സ്പേസ് ഉള്ള ഒരു സിസ്റ്റത്തിലേക്ക് വരികയും അങ്ങനെ ഇപ്പോൾ വന്നിട്ട് ടച്ച് ലെവലിൽ വരെ വന്നു, അഡ്വാൻസ്ഡ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത്, പരസ്പരം സംസാരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ, ഓക്കെ, ഹൗ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഹിയർ. ട്രാൻസ്പോർട്ടേഷൻ ഇൻ മെനി വേയ്സ്, എയർക്രാഫ്റ്റ്, ഷിപ്പ്, അതേമാതിരി ലാൻഡ് സർഫസ് ട്രാൻസ്പോർട്ട്. അത് മാത്രമല്ല സയൻസിൻ്റെയും ടെക്നോളജിയുടെയും യൂട്ടിലൈസേഷൻ കാരണം ബുള്ളറ്റ് ട്രെയിൻസ് വരെ പോകുന്നുണ്ട്. 300 km/h പറക്കുന്ന ബുള്ളറ്റ് ട്രെയിൻസ്. ഇൻ ജപ്പാൻ യു ക്യാൻ സീ, ഈവൻ ഇൻ ന്യൂയോർക്ക് വി ഹാവ് സീൻ ദാറ്റ്. ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ബുള്ളറ്റ് ട്രെയിൻസ് ഫ്രം ന്യൂയോർക്ക് ടു പെൻസിൽവാനിയ ഓർ പെൻസിൽവാനിയ ടു Washington DC. I have travelled in that type of trains. It is very very fast. പക്ഷെ നമുക്ക് തോന്നില്ല അത്രയും സ്പീഡ് ഉണ്ടെന്ന്. പുറത്തുനിന്നിരിക്കുന്നവർക്കാണ് അതിൻ്റെ സ്പീഡ് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ വരുന്ന എഡ്യൂക്കേഷനിൽ ഇതെങ്ങനെയാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഹാസ് ഇമ്പാക്റ്റ് ഓൺ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2021 കോവിഡ് വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ ക്ലാസ് റൂം ടീച്ചിങ്ങിന് പകരം ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ വന്നത്. കാരണം വി കനോട്ട് ഡിലീറ്റ് ദ ലെസൺസ്, വി കനോട്ട് എസ്കേപ്പ് ഫ്രം ലേണിംഗ്. പക്ഷേ നമ്മൾ ഫിസിക്കലി പ്രസൻ്റ് ആകാണ്ട് വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾക്ക് ലെസൺസ് ടീച്ചേഴ്സ് എടുക്കുന്നത് മനസ്സിലാക്കാനും അതിൽ കൂടെ നമ്മളുടെ സിലബസ് കവർ ചെയ്യാനും അങ്ങനെയും എഡ്യൂക്കേഷനിൽ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഇമെയിൽ ക്ലാസ്സസ്, മൊബൈൽ ക്ലാസ്സസ്, ഓൺലൈൻ ക്ലാസ്സസ്, ഇതൊക്കെ ഈ എഡ്യൂക്കേഷനിൽ വരുന്നു. മെഡിസിൻ, ഇവിടെ ഈ ഏരിയയിൽ മെഡിസിനിൽ ഭയങ്കരമായിട്ട് അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. സർജറി, പല വിധത്തിലുള്ള എൻഡോസ്കോപ്പിക് സർജറി, ബൈപ്പാസ് സർജറി, കീക്ക് ഹോൾ സർജറി, ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. ഈവൻ റോബോട്ടിക് സർജറി. എന്താ കാര്യം? ആ അഡ്വാൻസ്മെൻറ്റ് അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്
പ്രിസൈസായിട്ട് അവർക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാനും ബ്ലോക്ക് മാറ്റാനും സർജറി കൂടെ സംബന്ധിക്കുന്നു. അപ്പോൾ അനസ്തേഷ്യ ഉണ്ട്, സർജറിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, സർജറിക്കൽ ലൈറ്റ്സ് ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് സർജറി നടത്തുന്നത്. പല വിധത്തിലുള്ള ഓപ്പറേഷൻസ് മാത്രമല്ല, മെഡിസിൻസിൻ്റെ ഡെവലപ്മെൻറ്റും പ്രൊഡക്ഷൻ ഓഫ് മെഡിസിൻസും വന്നിട്ടുണ്ട്. അപ്പോൾ മെഡിസിനിലും ഇൻഫ്ലുവൻസ് ഉണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ. എൻ്റർടൈൻമെൻറ്റ് എങ്ങനെയാണ് അപ്പോൾ എൻ്റർടൈൻമെൻറ്റിൽ വരുന്നത്? അതാണല്ലോ വേൾഡ്. ദ വേൾഡ് ഓഫ് ഫിലിം വേൾഡ് ഈസ് കംപ്ലീറ്റ്ലി എൻ്റർടൈൻമെൻ്റ് ആണ്. നിങ്ങൾ ലോസ് ആഞ്ചൽസ് അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഫിലിംസോ തമിഴ് ഫിലിംസോ മലയാളം ഫിലിംസോ എല്ലാത്തിനും അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിലിംസ്, ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ സമയത്ത് എല്ലാം കോൺസെപ്റ്റ്സ് എല്ലാം ഇന്നിട്ട് എക്സ്പ്രഷൻ സംസാരമില്ലാണ്ട് വാക്കി ടോക്കി അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അത് മുഴുവനും വെറുതെ എക്സ്പ്രഷൻ മുഖഭാവങ്ങളിൽ കൂടെ ആണ് കോൺസെപ്റ്റ് വന്നുകൊണ്ട്. പിന്നെ നമ്മൾക്ക് എൻ്റർടൈൻമെൻറ്റ് വേൾഡിൽ വി ആർ ഗെറ്റിംഗ് എൻ്റർടൈൻമെൻറ്റ് ത്രൂ എവരി ടോക്കി ആൻഡ് എവരി എന്താ പറയുക സെലക്ഷൻസ്, ലാംഗ്വേജ് സ്കിൽസ്, അതേമാതിരി അവർ ശബ്ദം കൊടുക്കുക, ഇതൊക്കെ എൻ്റർടൈൻമെൻറ്റിൽ വരുന്നുണ്ട്. ആൻഡ് അഗ്രികൾച്ചറിൽ പല വിധത്തിലുള്ള മെഷീനറീസ് വി ആർ യൂസിങ്. അത് വെച്ച് നമുക്ക് സീഡിങ്ങിനും പ്ലവിങ്ങിനും എല്ലാം മെഷീനറീസ് ഉപയോഗിച്ചു. അപ്പോൾ അവിടെ സയൻസിൻ്റെ ടെക്നോളജി കിട്ടിയോ? ഇനി ലൈഫിൽ വളരെ സിമ്പിളായിട്ട്, പണ്ട് നമ്മൾ കഷ്ടമായിട്ടിരുന്ന മാതിരിയല്ല, ഇപ്പോൾ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ലൈഫ് ഹാസ് ബിക്കം മോർ സിംപ്ലർ ആൻഡ് മോർ എൻജോയബിൾ ദാൻ ബിഫോർ. വീട്ടിലിരുന്നുകൊണ്ട് ഹോൾ വേൾഡിൽ നടക്കുന്നത് കാണാൻ പറ്റും ടി വി കൂടെ. Okay, we have mobile phones where we can talk to with anybody, anytime, anywhere in the world. The planes, the trains, buses, trucks and transport people, goods from one place to another. അപ്പോൾ ഹായ് മാം, ജോഷ്നി മാം, ഹരിത മാം, ബായ്. അവരുടെ എല്ലാവർക്കും ഒരു വലിയ ഹായ് തരാണ്. ക്ലാസ്സിൻ്റെ കമൻസ് ഇടുക, ഞാൻ അപ്പോൾ ആൻസർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ മെഡിസിനിൽ നോക്കുമ്പോൾ എക്സ്റേ എടുക്കുന്നുണ്ട്, സ്കാനിങ് ചെയ്യുന്നുണ്ട്, പിന്നെ മാത്രമല്ല വലിയ വലിയ ഹെഡ് ടു ടോ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ഡിസീസ് കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ സയൻസിൻ്റെ ലേസർ സർജറി, ഐ വളരെ സെൻസിറ്റീവാണ് നമ്മുടെ ഐബോൾ ആൻഡ് ഐ, അതിൽ ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നത്? ഒൺലി ത്രൂ ദ സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ അഡ്വാൻസ്മെൻറ്റ്. ടി വിസ് ഇനി വരുന്നത് നമ്മൾ എൻ്റർടൈൻമെൻറ്റിൽ പറഞ്ഞു, വീഡിയോ, ഓഡിയോ, TV to keep us entertained all the time. You are getting every type of pastime or a free time, or you can entertainment-ൻ്റെ പല വിധത്തിലുള്ള, പല ഭാഷയിലും പല വിധത്തിലുമുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ടി വി ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ടെലികാസ്റ്റ് നോക്കുമ്പോൾ നമ്മളുടെ സൗകര്യം, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ബോറടിക്കാണ്ടിരിക്കാൻ, വി ആർ ഫ്ലൈയിങ് ഫ്രം ലണ്ടൻ ടു ന്യൂയോർക്ക്, 12 hours ഓഫ് ഫ്ലൈയിങ് ടൈമിൽ ഇരുന്നിരുന്ന് ബോറടിക്കും. അപ്പോൾ നമ്മളുടെ ക്യാബിൽ നമ്മളുടെ സീറ്റിൽ നമുക്ക് ഫിലിംസ് കാണാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിലിംസ്, ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഫിലിംസ്, ഡിഫറെൻറ്റ് നമ്മളുടെ ചോയ്സാണ് ഏത് ഫിലിമാണോ നമുക്ക് കാണാൻ താല്പര്യം, വിത്ത് ഓഡിയോ. അപ്പോൾ നമ്മളുടെ ഫ്ലൈയിങ് ടൈം അറിയില്ല, നമ്മൾക്ക് ബോറടിക്കില്ല. ഈവൻ ഇൻ റിലീജിയൻ ടെക്നോളജി പ്ലേയിങ് എ റോൾ. ഇതിലും ടെക്നോളജിയിലും റിലീജിയനിൽ എങ്ങനെയാണ് ടെക്നോളജി വരുന്നത്? റിലീജിയനിലും വരുന്നുണ്ട്, ടെക്നോളജി വരുന്നുണ്ട്. അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ ഇപ്പോൾ ഈ ബെല്ലടിക്കുന്ന പരിപാടി, ഇങ്ങനെ വലിയ കയറിട്ട് ബെല്ലടിക്കുന്ന പരിപാടിക്ക് പകരം അമ്പലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഡ്രം ചെയ്യും. ഡ്രം അത് കണക്റ്റഡ് വിത്ത് ഇലക്ട്രിസിറ്റി. അപ്പോൾ അത് കറക്റ്റ് ആ ടൈമിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രം അടിച്ചുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ ബെല്ലടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെയും യൂട്ടിലൈസ് ചെയ്തുല്ലോ റിലീജിയസ് വേയിൽ. പിന്നെ ടെക്നോളജി ഇല്ലാത്ത ഒരു ഏരിയ ഇല്ല. നമ്മളുടെ അടുക്കളയിൽ പോയാലോ മിക്സിയുണ്ട്, ഗ്രൈൻഡറുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ ടെക്നോളജീൻ്റെ അഡ്വാൻസ്മെൻ്റ് അല്ലേ. നമുക്ക് ടൈം പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. കുക്ക് ചെയ്യാനും പ്രഷർ കുക്കർ, ഇതൊക്കെ ടെക്നോളജീൻ്റെ കാര്യങ്ങളായിട്ട് വരുന്നു. ഓക്കെ, ഇനി നമ്മൾ പവർഫുള്ളായിട്ടുള്ള സിസ്റ്റം, സൗണ്ട് സിസ്റ്റം, ഒരു പ്രഭാഷണം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു MLA-ൻ്റെ സംസാരം. ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ മോദി വന്നു പോയപ്പോഴത്തേക്കും എന്തോരം ട്രാഫിക് കണ്ടീഷനിങ്. അതേമാതിരി ഇലക്ട്രിക് ട്രെയിൻസ്, സോ ഓൾസോ വിത്ത് നമ്മളുടെ
മെട്രോ ട്രെയിൻസ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ടൈം കുറച്ച് എടുക്കാം, അതേമാതിരി നമ്മളുടെ സമയം ലാഭിക്കാം, ഫാസ്റ്റായിട്ട് പോവാം, അതൊക്കെ ചെയ്യാം. പിന്നെ സംസാരിക്കുമ്പോൾ നല്ല അസലായിട്ടുള്ള സൗണ്ട് സിസ്റ്റം ഉണ്ടാവും. കാസറ്റ്സ് ഉണ്ടായിരുന്നു, അത് ആദ്യകാലങ്ങളിൽ കാസറ്റ്സ്, CFS, ഇങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള ലീഡേഴ്സും അവരുടെ ബിലീഫ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും ഇതുമാതിരിയുള്ള ഡിവോഷണൽ സോങ്സിൻ്റെ കാസറ്റ്സ് വരും, CDs വരും, ഇതൊക്കെ കേട്ട് നമുക്ക് മനസ്സിലാക്കാം. അതേമാതിരി തന്നെ അഗ്രികൾച്ചറിൽ, കൃഷിയിലും ഈ മാതിരിയുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു. 18th സെഞ്ച്വറിയിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങിയത് ഫസ്റ്റ് ഇംഗ്ലണ്ടിലാണ്, അതും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലാണ്. സ്പിന്നിങ്, വീവിങ് ഒക്കെ വന്നത് മിഷനറി വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ഈ ലെസൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടെ മനസ്സിലായെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു എത്രത്തോളം സയൻസും ടെക്നോളജിയും മാൻ്റെ ഡേ ടു ഡേ ലൈഫിൽ വന്ന ചേഞ്ചസ്. ഇനി നമ്മൾ ശരിയായിട്ടുള്ള ആദ്യത്തെ ചാപ്റ്റർ, ആ ചാപ്റ്ററിൻ്റെ പേരാണ് ദ സൈബർ സ്പേസ് ബൈ എസ്തർ ഡൈസണിലെ ലെസണിലേക്കാണ് നമ്മൾ പോകുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ എസ്തർ ഡൈസൺ ഈസ് എൻ അമേരിക്കൻ ടെക്നോളജി അനലിസ്റ്റ്. ടെക്നോളജീനെ പറ്റി അനലൈസ് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റാണ് അവർ. മാത്രമല്ല ഷീസ് എ കമൻറ്റേറ്റർ ടു ദ ഡിജിറ്റൽ ടെക്നോളജി. വാട്ട് യു മീൻ ബൈ കമൻറ്റേറ്റർ? കമൻറ്റേറ്റർ എന്ന് പറയാം, അതിനെപ്പറ്റി പരാമർശിച്ച് പറയാൻ പറ്റുന്ന കഴിവുള്ളവരെയാണ് നമ്മൾ കമൻറ്റേറ്റർ എന്ന് പറയുന്നത്. പിന്നെ കമൻറ്റേറ്റർ ഇൻ ഡിജിറ്റൽ ടെക്നോളജി, ഡിജിറ്റലായിട്ടുള്ള ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽസും എല്ലാം ഡിജിറ്റലാണല്ലോ, ഡിജിറ്റൽ വേൾഡാണ്, ഡിജിറ്റൽ മണിയാണ്, കാർഡ് കൊണ്ട് നടക്കുന്നുണ്ട്, പൈസ കൊണ്ട് നടക്കാണ്, ഡിജിറ്റൽ ഇറയാണിപ്പോൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗമാണ്, എല്ലാം ഡിജിറ്റലൈസാണ്. നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ, ബാങ്കിലിരിക്കുന്ന പണം ഷോപ്പ് കീപ്പറിന്, പനിവാലയ്ക്കും കൂടെ, അല്ലെങ്കിൽ കോക്കനട്ട് റോഡിലിരിക്കുന്നവർക്ക് കൂടെ പണം പേപ്പർ മണി കൊടുക്കാണ്ട് ഡിജിറ്റലി നമ്മൾ അവരുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റുക ചെയ്യുന്നത്. ഐദർ ത്രൂ Paytm ഓർ ത്രൂ Google Pay, വാട്ട് എവർ ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ടെക്നോളജിയാണ് ഫോർ ട്രാൻസ്ഫറിങ് മണി. ഇവിടെ ഡിജിറ്റൽ ടെക്നോളജീൻ്റെ അനലിസ്റ്റ് മാത്രമല്ല, ഇവർ ബയോടെക്നോളജീൻ്റെയും സ്പേസിൻ്റെയും കൂടെ റിലേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് ഷീ ഈസ് എൻ എക്സലൻറ്റ് പേഴ്സൺ, സയൻറ്റിഫിക്കലി ഓറിയൻറ്റഡ് പേഴ്സൺ എന്നർത്ഥം. സയൻസിനെ പറ്റിയും അതേമാതിരി സ്പേസിനെ പറ്റി വളരെ അറിവുള്ള ആൾ. The present article is a discussion on the possibilities and challenges involved in the use of cyberspace. ഈ ലെസൺ, അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ, ഇതിനെപ്പറ്റിയുള്ള സൈബർ സ്പേസിനെ പറ്റിയും അല്ലെങ്കിൽ സൈബർ സ്പേസിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റി എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഡിസ്കഷൻസാണ് നമ്മൾ തുടങ്ങി പോകുന്നത്. Hi, Ma'am. Something in the modern psychic loves new frontiers. What do you mean by psychic lovers? New frontiers എന്ന് വെച്ചാൽ പുതിയതായിട്ടുള്ള നമ്മൾ ഏരിയകൾ, പുതിയ എക്സ്പ്ലോറേഷൻ ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്. ആ എക്സ്പ്ലോറേഷൻ ചെയ്ത് നമ്മൾ സയൻസിൻ്റെ റിസർച്ച് ഒരുപാട് ചെയ്യുന്നുണ്ട് സയൻസിൽ. ആ സയൻസിൻ്റെ റിസർച്ചിൻ്റെ പരിണാമമാണ് നമ്മൾക്ക് കിട്ടുന്ന എല്ലാവിധമായ മെഡിസിൻസും എല്ലാവിധമായ ബെനിഫിറ്റ്സും. അപ്പോൾ അത്രയും റിസർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്രോണ്ടിയേഴ്സിൽ വി ഹാക്ക് ആർ വൈഡ് ഓപ്പൺ സ്പേസസ്, വി ട്രൈ ടു എക്സ്പ്ലോർ, വി ലൈക്ക് ടു മേക്ക് റൂൾസ് ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് ദം. നമ്മൾ എത്രത്തോളം സയൻസിനെ പറ്റിയും അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നു, ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ആഴ്ന്ന് വർഷങ്ങളോളം റിസർച്ച് ചെയ്യണം. നമ്മൾ വർഷങ്ങളോളം റിസർച്ച് ചെയ്തതിൻ്റെ പരിണാമമായിട്ടാണ് നമുക്കിപ്പോൾ നാടുകളിൽ സ്മോൾ പോക്സ് ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ആയിപ്പോയി. നമ്മൾ ഇഞ്ചക്ഷൻസൊക്കെ എടുക്കുന്നത് സ്മോൾ പോക്സ് പണ്ട് കാലത്ത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖമായിരുന്നു. ഇപ്പോൾ അത് നിർത്തി. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വരുന്നത്? ഇങ്ങനെയുള്ള റിസർച്ച് ആൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടും അവർക്കുള്ള രാപകൽ അവർ റിസർച്ച് ചെയ്താലേ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. However, there is a place where you can go and be yourself without worrying about the neighbors. നമുക്ക് എവിടെയെങ്കിലും പോയി നമ്മളുടെ കാര്യങ്ങൾ നോക്കിയിരിക്കാനും പറ്റുമോ എന്നാണ് ഇവിടെ കഥാകൃത്ത് ചോദിക്കുന്നത്.
ഇതിൻ്റെ ഈ ലെസൻ്റെ അവരെ പറ്റിയാണ് ഞാനിപ്പോൾ ഓതറെ പറ്റിയാണ് ഞാൻ പറഞ്ഞു തീർത്തത്. അവരുടെ കഴിവിനെ പറ്റിയും അവരുടെ ഇൻറ്റൻഷനലി അല്ലെങ്കിൽ അവർ എത്രത്തോളം ഡീപ്പാണ് സയൻസിൽ എന്നുള്ളത്. ഇനിയാണ് ആ ലെസൻ്റെ സമ്മറി, വളരെ ബ്രീഫായിട്ട് ഞാൻ സമ്മറി പറഞ്ഞുതരാം, എന്നിട്ട് നമ്മളുടെ അതിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. സൈബർ സ്പേസ് ഈസ് എൻ എസ്സേ വിച്ച് ഈസ് റിട്ടൺ ബൈ എസ്റ്റർ ഡെയ്സൺ. In the beginning of the essay, the writer tells that modern mind is going after new fields, exploring new things, freedom and eager to make rules but no interest to follow them. നമ്മളുടെ പുതുതലമുറ ഈ എക്സ്പ്ലോർ ചെയ്യാൻ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട്. ആ എക്സ്പ്ലോർ ചെയ്ത് അവരെന്താ ചെയ്യുന്നത്? This leads people to become a part of the cyberspace, a world where they can do whatever they want to do. അവർക്ക് എവിടത്തോളം എന്ത് പറഞ്ഞാലും ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? വേഗം നമ്മൾ ഗൂഗിൾ ചെയ്യും. എന്തെങ്കിലും ഒരു സംശയം എന്നാൽ നമ്മൾ വേഗം ഇൻ്റർനെറ്റിൽ ഗൂഗിൾ ചെയ്യും. According to the writer, the earlier cyberspace is used by computer nerds. What do you mean by computer nerds? അതായത് കമ്പ്യൂട്ടർ എക്സ്പേർട്സിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ nerds എന്ന് പറയാം. ടെക്കീസ് എന്ന് പറഞ്ഞാലും ഇതേമാതിരി ടെക്നിക്കലി അവർക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന കമ്പ്യൂട്ടർ എക്സ്പേർട്സ്. അവരാണ് ആദ്യകാലങ്ങളിൽ ഈ സൈബർ സ്പേസ് കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോഴോ? ബട്ട് ടുഡേ സൈബർ സ്പേസ് കണ്ടെയ്ൻസ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. മുത്തച്ഛൻ ഉപയോഗിക്കുന്നുണ്ട്, മുത്തശ്ശി ഉപയോഗിക്കുന്നുണ്ട്, അമ്മ ഉപയോഗിക്കുന്നുണ്ട്, ഈവൻ സെർവൻ്റ് ഉപയോഗിക്കുന്നുണ്ട്. 3 വയസ്സും 4 വയസ്സായ കുട്ടികൾ ചോറ് കഴിക്കണമെങ്കിൽ, ഫുഡ് കഴിക്കണമെങ്കിൽ അവർക്ക് അതിൽ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ അവരുടെ മൊബൈലിൽ കാർട്ടൂൺ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഏജ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സെക്സ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്ലാസ്, അച്ഛനും അമ്മമാർ, പ്രായമായ മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും ശ്ലോകങ്ങൾ കേൾക്കാറുണ്ട് മൊബൈൽ വഴി. അപ്പോൾ അത് സൈബറിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലേ? അതേമാതിരി തന്നെ പൊളിറ്റിക്കലി ഇൻവോൾവ് ആയിട്ടുള്ളവർ സ്പീച്ചസ് കേൾക്കും, ലൈവായിട്ട് കാണും. ഇതൊക്കെ ഈവൻ നൗ വാട്ട് വി ആർ ഡൂയിങ് ഈസ് ടെക്നോളജീൻ്റെ അഡ്വാൻസ്മെൻ്റ് ആണ്. ഓക്കെ, സച്ച് ആസ് ചിൽഡ്രൻ, ടീനേജേഴ്സ്, അഡൽട്ട്സ്, എൽഡേഴ്സ് എക്സെട്ര. അപ്പോൾ എല്ലാവർക്കും ഈ മൊബൈൽ ഇല്ലാത്ത ഇപ്പോൾ ജീവിതമില്ല. സയൻസിൻ്റെയും ടെക്നോളജീൻ്റെയും അഡ്വാൻസ്മെൻറ്റ് ഇല്ലാണ്ട് നമുക്ക് ജീവിതമില്ല. അങ്ങനെയാണ് പോകുന്നത്. ദിസ് ഏർലിയർ മെറ്റഫേഴ്സ് യൂസ് ടു റെഫർ സൈബർ സ്പേസ് വെർ ഹൈവേസ് ആൻഡ് ഫ്രോണ്ടിയേഴ്സ്. നമ്മളുടെ അതിരുകൾ, ഫ്രോണ്ടിയേഴ്സ് എന്ന് വെച്ചാൽ അതിരുകൾ എന്നർത്ഥം. ഇവിടെ റൈറ്റർ ഉപയോഗിക്കുന്ന ഒരു വേർഡുണ്ട്, റിയൽ എസ്റ്റേറ്റ് എന്ന്, ആസ് എ മെറ്റഫർ. മെറ്റഫർ എന്ന് പറയുമ്പോൾ ഒന്നിനോടൊന്ന് സാദൃശ്യമായിട്ട് വരിക. ഇവിടെ ഡിഫൈൻ ചെയ്തത് എന്താ? റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇൻ്റലക്ച്വലായിട്ടും ലീഗലായിട്ടും നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യാറുണ്ട്. ആ ഡോക്യുമെൻറ്റേഷൻ ചെയ്തതിന് ശേഷം ആർട്ടിഫിഷ്യൽ എൻവയറമെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുന്നു. ലാൻഡിനെ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളുടെ റിയൽ എസ്റ്റേറ്റ് എന്ന് വരുന്നത് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലീഗൽ ഡോക്യുമെൻറ്റേഷൻ എന്നുള്ളതാണ് സൈബർ സ്പേസിൻ്റെ അർത്ഥം. സൈബർ സ്പേസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് വെർച്വൽ റിയൽ എസ്റ്റേറ്റ് വിച്ച് കണ്ടെയ്ൻസ് മെനി വെബ്സൈറ്റ്സ്. പല വിധത്തിലുള്ള വെബ്സൈറ്റ്സുകളുണ്ട്. ഈ വെബ്സൈറ്റ് മുഖാന്തരം നമ്മൾക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും. സം ഫ്രീ വെബ്സൈറ്റ്സ് ആർ പ്രൈവറ്റ്ലി ഓൺഡ്, സം ആർ റെൻറ്റഡ് ഔട്ട്. പെട്ടെന്ന് വാടകയ്ക്ക് എടുക്കുന്ന, ചിലത് സ്വന്തമായിട്ടുണ്ടാക്കുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്. ചിലതെല്ലാം കുട്ടികൾക്ക് നല്ലതാണ്, ചിലതെല്ലാമോ അതിൽ എത്രത്തോളം വൾഗാരിറ്റി ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്ന് കഥാകൃത്ത് പറയുന്നു. അക്കോർഡിംഗ് ടു ദ റൈറ്റർ, ദീസ് സൈറ്റ്സ് ഗേവ് എ നെഗറ്റീവ് കൺക്ലൂഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ് ആൻഡ് ദേ വിൽ ടെൽ ബെറ്റർ റെഗുലേറ്റ് ഇറ്റ്. അതുകൊണ്ടാണ് നമ്മൾ അത് റെഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സൈബർ സ്പേസ് ക്യാൻ ബി, അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ദ ജനറൽ മിസ്കൺസെപ്ഷൻസ് ആണ്. സൈബർ സ്പേസ് മോശമാണ് അല്ലെങ്കിൽ തെറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതിൻ്റെ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അതായത് തെറ്റിദ്ധാരണകൾ എന്നർത്ഥം. ഇറ്റ് ഈസ് എ വേൾഡ് വെയർ ഇന്നസെൻറ്റ് ചിൽഡ്രൻ ആർ ട്രാപ്ഡ് ബൈ ഈവിൾ പീപ്പിൾ. അതും ഏറ്റവും പെട്ടെന്ന് വീഴുന്നത്
സൈബർ നിങ്ങൾ പല വിധത്തിലും പല പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ ന്യൂസ് പേപ്പറിൽ അറിഞ്ഞിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. സൈബർ സെല്ല് വഴി അവരുടെ പത്രവാർത്തകളൊക്കെ വരുമ്പോൾ ആ കുട്ടികൾക്ക് പല വിധത്തിലെ നെഗറ്റീവ് ഫീലിങ്സ് വരുന്നു. ഇതും സൈബറിൻ്റെ ഡിസഡ്വാൻറ്റേജ്. We also think that their users send offensive messages or unwilling viewers in cyberspace. പല വിധത്തിലുള്ള അശ്ലീലങ്ങളോ അനാവശ്യ കാര്യങ്ങളോ വ്യൂവേഴ്സിന് അയച്ചു കൊടുക്കും സൈബർ സെല്ലുകാർ. അപ്പോഴാണ് നമ്മൾ സൈബർ സെല്ലിൻ്റെ നമ്മൾ സീരിയസ്നെസ് മനസ്സിലാക്കുകയും അതിനു വേണ്ട എഫേർട്സ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് മേക്സ് എ സൈബർ സ്പേസ് ഡിഫറെൻറ്റ് ഫ്രം അതർ പ്ലാറ്റ്ഫോം, സോഷ്യൽ പ്ലാറ്റ്ഫോമാണ് പറയുന്നത്. ഇവിടെ ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ടു ചൂസ് ആൻഡ് ആക്സസ് എനി വെബ്സൈറ്റ്, ക്യാൻ സി എനി വീഡിയോസ്, ക്യാൻ ഡു എനി ആക്ടിവിറ്റി. നമ്മളുടെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ്, എനിക്ക് വേണ്ടത് മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ. നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അപ്പോൾ യു ഹാവ് എൻജോയിങ് ദ ഫ്രീഡം ടു യൂസ് ഇറ്റ് അറ്റ് യുവർ ഓൺ സ്പേസ്, അറ്റ് യുവർ ഓൺ ടൈം. If the internet users do not like a website, ഇഷ്ടമല്ലെങ്കിൽ, നല്ലതല്ലാന്ന് തോന്നിയാൽ പുറത്തേക്ക് പോവുക. You can leave at any moment. Another feature of cyberspace is that it is a platform where everyone's needs are satisfied. എല്ലാവരുടെ ആവശ്യങ്ങളെയും ക്രമീകരിച്ച് അല്ലെങ്കിൽ എല്ലാവരുടെ ആവശ്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന കിട്ടുന്ന ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്ത് സംശയം ചോദിച്ചാലും ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. ഇൻ ഓർഡർ ടു അവോയ്ഡ് സൈബർ അഡിക്ഷൻ ദ യൂസർ ഷുഡ് നീഡ് സെൽഫ് റൂൾ റാദർ ദാൻ റെഗുലേറ്റിംഗ് ഇറ്റ്. ഏറ്റവും വലിയ പ്രശ്നം വേറെ വിധത്തിലുള്ള അഡിക്ഷന് പകരം ഇപ്പോൾ ഈ നെറ്റ് അഡിക്ഷനും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. കുട്ടികൾ ആഹാരം കഴിക്കില്ല, ഉറങ്ങില്ല, ഈ നെറ്റ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർ വയലൻ്റ് ആവും. The writer points out some merits of the cyberspace also. ഇവിടെ നമ്മളിനി അതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് നോക്കാൻ പോവാണ്. The first is to promote private conversation via ഇമെയിൽ വഴിയുള്ള, ഈ നെറ്റ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ ഇമെയിൽ അയക്കുന്നത്, അതാണ് ആദ്യത്തത്. സെക്കൻഡ് വരുന്നത് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ, എൻ്റർടൈൻമെൻറ്റിനെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ എല്ലാവിധമായ ഇൻഫർമേഷൻ, ലൈവായിട്ടുള്ള ന്യൂസ് കിട്ടുന്നു, ലൈവായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് കാണാൻ പറ്റും വീട്ടിലിരുന്നുകൊണ്ട്. പിന്നെന്തത്, വി ക്യാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും മ്യൂസിക്കോ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്ത് ആവശ്യമുള്ളപ്പോൾ കേൾക്കാൻ പറ്റും. അതുമാതിരി തേർഡായിട്ട് വരുന്നത് എന്താണ്, റിയൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു. സൈബർ സ്പേസിൽ കൂടെ നമ്മൾ അസംബിൾ ചെയ്ത് വരുന്നു. എന്തൊക്കെയാണ് അസംബിൾ ചെയ്യുന്നത്? നിങ്ങൾ സാധാരണ കാണാറുണ്ട് ഈ ടി വിയുടെ ആൾക്കാർ ഓരോരുത്തർ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഉടനെ ഡിബേറ്റിംഗ്, ശരിയാണോ തെറ്റാണോ, നിങ്ങളുടെ അഭിപ്രായം എന്താ, ലൈവ് റിപ്പോർട്ടിംഗ്. ലൈവ് റിപ്പോർട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ലെസൺസിൽ വരുന്നുണ്ട് ലൈവ് റിപ്പോർട്ടിംഗ്. ഇതൊക്കെ ഈ സയൻസ് ആൻഡ് ടെക്നോളജി കൊണ്ടുള്ള ബെനിഫിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി എക്സ്പ്രസിങ് ദെയർ ഒപ്പീനിയൻസ് ഓർ വ്യൂസ് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. ഒരു ടോപ്പിക് വരുന്നു, എലക്ഷൻ വരുന്നു, അപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു, ഇങ്ങനത്തെ ലൈവായിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് ഡിസ്കഷൻ ചെയ്യാറുണ്ട്. പഴയതിനെ പറ്റി പറയാറുണ്ട്. സഞ്ചാരം എന്നുള്ള സീരിയലിൽ കൂടി നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ എവറിത്തിങ് ഈസ് പോസിബിൾ ഇൻ സൈബർ. ഗിവിങ് സജഷൻസ് ടു ദ പീപ്പിൾ എക്സെട്ര. ഇൻ ഓർഡർ ടു അവോയ്ഡ് റൂഡ് പാർട്ടിസിപ്പൻസ്, ചില ആൾക്കാരുടെ സൈബർ സെല്ല് വഴി സൈബർ ഒരു ആക്ഷൻ കൊടുക്കാറുണ്ട്, നിങ്ങൾ അധികമായിട്ട് അനാവശ്യമായിട്ട് സംസാരിക്കരുത്, അല്ലെങ്കിൽ അനാവശ്യമായ കമൻസ് അടിക്കരുത്. കാരണം ഇത് ഈ ഏരിയയിൽ പൊതുവെ സോഷ്യൽ മീഡിയയിൽ കയറി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, തേർഡ് കമ്മ്യൂണിറ്റിയിൽ ജനറലായിട്ടുള്ള. പക്ഷേ ഒരാളുടെയും മാനസികമായ വിഭ്രാന്തി വരുത്താണ്ടോ അല്ലെങ്കിൽ ഒരാളെയും വ്രണപ്പെടുത്തുന്ന വിധത്തിൽ അങ്ങനെ മെസ്സേജസ് കൊടുക്കരുത്, പോസ്റ്റിംഗ് ചെയ്യരുതെന്നൊക്കെ ഒരു കണ്ടീഷൻസും കൊടുക്കുന്നുണ്ട്. അൺനെസസറി അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് അൺഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻസ് ദർ ആർ മോഡറേറ്റേഴ്സ് ഇൻ ഓൾമോസ്റ്റ് ഓൾ കമ്മ്യൂണിറ്റീസ്. എല്ലാവിധ കമ്മ്യൂണിറ്റികളിലും മോഡറേറ്റർ എന്ന് പറയുന്നത് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളവരാണ് മോഡറേറ്റർ എന്ന് നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ ശരിയാണോ തെറ്റാണോ, ഞാനിത് പോസ്റ്റ് ചെയ്യാമോ പാടില്ലയോ, സ്വയം ആലോചിക്കുക. എന്നിട്ട് സെൽഫ് കൺട്രോൾ ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് കൺട്രോൾ. വൈ പീപ്പിൾ ആർ ഗോയിങ് ആഫ്റ്റർ സൈബർ സ്പേസ് ഈസ് ദാറ്റ് ദർ ആർ നോ പവർ സ്ട്രക്ചേഴ്സ്. അവിടെ ഒരു പവറിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് വരുന്നില്ല, അതുകൊണ്ടാണ്. എവരി വൺ ക്യാൻ എൻജോയ് ദെയർ ഫ്രീഡം. എല്ലാവർക്കും അവനവൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും.
നോ വൺ ഈസ് ദെയർ ടു ഒപ്രസ് ഓർ സപ്രസ് ദം. ആരും അവരവിടെ പിടിച്ചു നിർത്താൻ പോകുന്നില്ല. കാരണം ഇറ്റ് ഈസ് എൻ ഓപ്പൺ ഫീൽഡ്, ഓപ്പൺ സോഷ്യൽ മീഡിയ. ഓൾസോ ഇൻ സൈബർ സ്പേസ് എനി കമ്മ്യൂണിറ്റി ക്യാൻ ബി ഫോംഡ് അറ്റ് എനി ടൈം. ആർക്ക് വേണമെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം, പാസ് ചെയ്യാം, മെസ്സേജസ് പാസ് ചെയ്യാം, അങ്ങനെ പല പല കാര്യങ്ങൾ. Irrespective of geographical location, anyone can become a member of these communities. ഇത് ഇന്ന സ്ഥലത്തിൽ നിന്ന് മാത്രമല്ല, throughout the world you can be a member of the group. Okay. If the user does not like a particular community, he and she can leave at any time. Anytime you can enter, anytime you can exit. So it gives you the freedom. എന്താ നിങ്ങൾക്കുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ പറ്റും. പറയേണ്ടെന്ന് തോന്നിയാൽ പറയണ്ട. These communities are self-contained community. Each community sets its own rules and regulations to protect intellectual property, content and access control. എല്ലാത്തിലും ഓരോ പ്രോപ്പർട്ടിയിലും എത്രത്തോളം എന്ത് റെഗുലേഷൻസ് വേണം, എങ്ങനെയായിരിക്കണം എന്നുള്ളതും നമ്മൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേമാതിരി നമ്മളുടെ പ്രൈവസി, ഫ്രീഡം ഓഫ് സ്പീച്ച് ഉപയോഗിക്കണം. പക്ഷേ നമ്മളുടെ പ്രൈവസിയും മെയിൻറ്റെയിൻ ചെയ്ത് വേണം ഈ സോഷ്യൽ പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യാൻ. ഇൻ ദ എൻഡ്, ആ എസ്സേൻ്റെ എൻഡിൽ എസ്തർ ഡൈസൺ പറയുന്നത് എന്താ, ഒരു സജഷനാണ് കൊടുക്കുന്നത്. നെഗറ്റീവ് പെർസെപ്ഷൻ ഓഫ് സൈബർ സ്പേസ് മാത്രമല്ല, you should know that the world in which one is living is not perfect. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം പെർഫെക്റ്റ് അല്ല. പക്ഷേ ഇവിടെ നമ്മൾക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. അതേമാതിരി തന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എത്രത്തോളം പറ്റുന്നോ അത് പോവാന്നുള്ളതാണ് ഇവർ പറയുന്നതിൻ്റെ അർത്ഥം. ഇവിടെ ഇറ്റ് ഈസ് ഓൾസോ ഇംപെർഫെക്റ്റ് ദാറ്റ് വൺ ക്യാൻ ഹാവ് അറ്റ് ലീസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ചോയ്സ്, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് വാട്ട് എവർ ഹി ഡസ്. അവനോൻ ചെയ്യുന്ന വർക്കിന് അല്ലെങ്കിൽ അവനോൻ ചെയ്യുന്ന പോസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുത്തിരിക്കണം എന്നുള്ളതാണ് ഓഥർ പറയുന്നതിൻ്റെ ഒരു സജഷൻ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ആക്ടിവിറ്റിയിൽ നോക്കുമ്പോൾ, ഈ ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് വരാൻ പറ്റാവുന്ന ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ആക്ടിവിറ്റി വഴി തരുന്നത്. ഇവിടെ ഒരു ഗ്രൂപ്പ് സ്റ്റുഡൻസിനോട് ഡൂസ് ആൻഡ് ഡോൺസിനെ പറ്റി ചോദിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള മാതിരി നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്ക് അവിടെ ഡൂസ് ആൻഡ് ഡോൺസ് ചെയ്തെടുക്കാം. അത് ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ വിധത്തിലാണ് നമ്മളുടെ ആക്ടിവിറ്റി, റൈറ്റിംഗ് സ്കില്ലാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഡു നോട്ട് റിവീൽ യുവർ ഇമെയിൽ ID, ആർക്കും പറയരുത്. ഡു നോട്ട് വേസ്റ്റ് യുവർ പ്രഷ്യസ് ടൈം വിസിറ്റിംഗ് അൺവാണ്ടഡ് സൈറ്റ്സിൽ പോകരുത്. മൂന്നാമത്, കമ്പ്യൂട്ടർ ഷുഡ് ബി കെപ്റ്റ് ഓപ്പൺ ഇൻ എ വ്യൂ കോമൺ ഹാൾ. ഇത് പ്രത്യേകിച്ച് പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റൂമിൽ കമ്പ്യൂട്ടർ വെച്ച് കൊടുക്കരുത്. ഡെഫിനറ്റായിട്ട് യങ്സ്റ്റേഴ്സാണ്, അവരുടെ ടെൻഡൻസി പോയി അത് റോങ് സൈറ്റിൽ പോയി കയറും, പിന്നെ അതൊരു അഡിക്ഷൻ ആവും. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഓപ്പൺ സ്പേസിൽ വയ്ക്കുക. ചിൽഡ്രൻ ഷുഡ് ഹാവ് എ സ്പെസിഫിക് ടൈം ആൻഡ് ഷെഡ്യൂൾ ഫോർ ബ്രൗസിങ് ദ നെറ്റ്. അച്ഛനമ്മമാർ റെസ്പോൺസിബിൾ എടുക്കണം. കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ചെറുപ്പം തൊട്ടേ ഒരു സെൽഫ് ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരിക. അവർക്ക് ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ ഈ സൈറ്റ് നോക്കാം, അല്ലെങ്കിൽ അവരുടെ പഠിപ്പിന് ആവശ്യമുള്ളതോ എൻ്റർടൈൻമെൻറ്റിന് ആവശ്യമുള്ളതോ ഒന്ന് ഒരു ചെറിയ ചെക്ക്, ഡിസിപ്ലിൻ, ഒരു കുഞ്ഞു ഡിസിപ്ലിൻ അവിടെ നിന്നേ തുടങ്ങിയാൽ അതിൽ നിന്ന് അവർ അഡിക്റ്റ് ആവില്ല, നെറ്റ് അഡിക്റ്റ് ആവില്ല. Teachers should check the authenticity of the sources used for brides in term papers. നമ്മൾ എല്ലാം എടുത്ത് കംപ്ലീറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്ട് അവരുടെ ഓതൻറ്റിസിറ്റി റെഫറൻസ് ചെയ്തോട്ടെ, വായിച്ചോട്ടെ, മനസ്സിലാക്കിക്കോട്ടെ. പക്ഷേ അതിനെ ഒരു ലിമിറ്റേഷൻസിൽ കൊണ്ടുവരണം. അവയർനെസ് പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടുവരിക, സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് വെച്ചുകൊണ്ട്. പിന്നെ ലേറ്റ് നൈറ്റ്, വളരെ രാത്രിയായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യുന്നത്, നൈറ്റ് ബ്രൗസ് ചെയ്യുന്നത് ഉപയോഗിക്കാൻ പാടില്ല. സ്കൂളിലും അതേമാതിരി ഈ ഡീറ്റെയിൽസൊക്കെ മിസ്യൂസ് ചെയ്യാണ്ട് വേണം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ. കൗൺസിലിംഗ് സെഷനിൽ നെറ്റ് അഡിക്റ്റഡ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുത്ത് അവരുടെ പാരൻസിൻ്റെ കൂടെയും കൗൺസിലിംഗ് ചെയ്ത് വേണം അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ എന്ന് പറയുന്നു. ഇനി ഇവിടെ നമ്മൾ ഒന്ന് തന്നിട്ടുള്ളത് ഒരു ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിൾ വഴി നിങ്ങൾ മാഗസീനിലേക്കാണ് എഴുതാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ആ മാഗസിൻ ഐഡിയാസൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്ര പാരൻസ് ഉണ്ടായിരുന്നു, എന്തായിരുന്നു, ഏതായിരുന്നു എന്നൊക്കെ നിങ്ങൾ ലൈൻ ചെയ്ത് എടുക്കുക. ആർട്ടിക്കിൾ എഴുതുമ്പോൾ, ഒരു ആർട്ടിക്കിൾ എഴുതുകയാണ്,
കമ്പ്യൂട്ടറിനെ പറ്റി. യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് have become widespread. Accordingly, the uses and misuses of cyberspace also multiply. തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പല ആവശ്യത്തിനും നമ്മൾ നെറ്റില്ലാണ്ട് ഇപ്പോൾ പറ്റില്ല എന്നുള്ള, ഒരേ വീടിൻ്റെ അകത്ത് 2 നെറ്റ് 3 നെറ്റൊക്കെ വരുന്നുണ്ട്. കാരണം ബിസി, വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ പാരൻറ്റിന് ആ നെറ്റ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 2 സെറ്റ് 3 സെറ്റ് നെറ്റ് വരുന്നതിൻ്റെ അർത്ഥം. സൈബർ സ്പേസ് ഇസ് ആൻ എക്സലൻറ്റ് വേ ഓഫ് ഗെറ്റിംഗ് ഇൻഫർമേഷൻ. വളരെ നല്ല കാര്യമാണ്. ഈ ഗിവിങ് ഇൻഫർമേഷൻ അതും വളരെ കിട്ടാനും ഇൻഫർമേഷൻസ് എടുക്കാനും അതേമാതിരി നമുക്ക് അറിയേണ്ടത് അറിയാനും നെറ്റ് ഉപയോഗിക്കാൻ പറ്റും. എൻ്റർടൈൻമെൻറ്റിനും നെറ്റ് ഉപയോഗിക്കാം. മാത്രമല്ല പൊട്ടൻഷ്യലായിട്ടുള്ള ഡേഞ്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു അതുണ്ട്. അതേമാതിരി തന്നെ സൈബർ ക്രൈംസും പറ്റിയും അറിഞ്ഞിരിക്കണം. എല്ലാത്തിനും അവെയർനെസ് വേണമെന്ന് പറഞ്ഞാണ് ഇവിടെ നമുക്ക്. ഇതേമാതിരി സ്റ്റുഡൻസിൻ്റെ പ്രത്യേകമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റായിട്ട് പോസിബിളാണ്. 100% പറയുന്നില്ല ഞാൻ, പക്ഷേ 75% ഇങ്ങനെ ഒരു ആർട്ടിക്കിളിനെ പറ്റി നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദിക്കാൻ എസ്സേ റൈറ്റിങ്ങിലോ ഷോർട്ട് റൈറ്റിങ്ങിലോ മാർക്കിൻ്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് ചോദിക്കാൻ ഉണ്ടാകും. അത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ബി റെഡി ടു ഫേസ് ദാറ്റ്. Even we acknowledge the importance of cyberspace in the modern world. പുതിയതായിട്ടുള്ള നമ്മളുടെ മോഡേൺ വേൾഡിൽ നമ്മൾ സൈബറിൻ്റെ പറ്റിയും സൈബർ അവെയർനെസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്കൂളിലും കോളേജുകളിലുമൊക്കെ ഈ സെക്യൂരിറ്റി മെഷേഴ്സ്, സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് എന്നുള്ള ലെവല് പോലീസ് ഇൻസ്പെക്ടേഴ്സ് അതേമാതിരി ഹൈലി ക്വാളിഫൈഡ് ആൾക്കാരെ വിളിച്ചിട്ട് നമ്മൾ സെമിനാർ നടത്തി കുട്ടികൾക്ക് വർക്ക്ഷോപ്പ് കൊടുക്കാറുണ്ട്. കാരണം കുട്ടികൾ ചെറിയ കുട്ടികളാണ്. അവർക്ക് പെട്ടെന്ന് ഇതിലേക്ക് തെറ്റായ മാർഗത്തിലേക്ക് പോകാനുള്ള ചാൻസസ് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരെ അവെയർനെസ് പ്രോഗ്രാം കൊടുക്കുന്നത്. അതേമാതിരി എല്ലാവിധമായ അവെയർനെസ് പ്രോഗ്രാംസും സ്കൂൾസിൽ ചെയ്തു വരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വി ഷുഡ് അവെയർ ഓഫ് ദ പൊട്ടൻഷ്യൽ ഡേഞ്ചേഴ്സ് ആൻഡ് ടു അവോയ്ഡ് ദം. അല്ലെങ്കിൽ ചെറിയ പ്രായമായ ടീനേജേഴ്സാണ് ഇതിനൊക്കെ സൈബർ സെല്ലിൽ പോയി വീഴുകയും അവർ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത് അവർ ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനും ചെയ്യാറുണ്ട്. അപ്പോൾ പാരൻസും റിലേറ്റീവ്സും സ്കൂൾ ടീച്ചേഴ്സും സൊസൈറ്റിയും എല്ലാം കൂടെ കമ്പൈൻഡായിട്ട് വേണം നമ്മളുടെ യങ് ജനറേഷനെ നല്ല വിധമായി പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഇവിടെ സൈബർ സ്പേസ് ഇസ് ഫുൾ ഓഫ് സൈറ്റ്സ് ദാറ്റ് ഗിവ്സ് യു വൾഗർ ആൻഡ് എക്സ്പ്ലിറ്റ് സെക്സ് മെറ്റീരിയൽ. വളരെ കൂടുതലായിട്ട് ഞാൻ കേട്ടുവരുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത സൈറ്റ്സ് ബ്ലോക്ക് ചെയ്യുക. ചില കൺട്രികളിലൊക്കെ കൺട്രി റൂൾസ് ഉണ്ട്. ചില സൈറ്റ് കാണാൻ പറ്റില്ല, ബ്ലോക്ക് ചെയ്യും. ദ കൺട്രി ടേക്സ് ഇറ്റ് സെൽഫ് ദ മെഷേഴ്സ് ടു ബ്ലോക്ക് ഇറ്റ്. ചില സമയത്ത് ഒരു ഗെയിംസൊക്കെ ഉണ്ടായിരുന്നല്ലോ, കുട്ടികൾ ഗെയിംസ് കളിച്ച് സൈബറിൽ നെറ്റിൽ കളിച്ച് അവർ ആഹാരം കഴിക്കാണ്ട് മരിച്ചു പോകുന്ന ലെവലൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ഗെയിംസൊക്കെ ആ നേഷൻ തന്നെ ബ്ലോക്ക് ചെയ്യും. Young children are naturally curious about these things, so they prevent them watching these things privately in their own rooms. Computers should be kept open in a view in a common way. This is what I said, because dangerous ആണ്. ചില സമയത്ത് ഏതും അധികമായാൽ അമൃതും വിഷമെന്ന് പറയാറുണ്ട്. അതുമാതിരി സൈറ്റ് നോക്കണം, വെബ്സൈറ്റ് റെഫർ ചെയ്യണം, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ അത് മാത്രമായി പോയാൽ അതും ഡേഞ്ചറസ് ആണെന്നുള്ള കോഷനാണ് ഇവിടെ പറയുന്നത്. This way, children will be discouraged visiting bad sites. They should be given time, specific time കൊടുത്ത് ഷെഡ്യൂൾ കൊടുത്ത് ബ്രൗസ് ചെയ്യാനും ലേറ്റ് നൈറ്റ് ഒന്നും ചെയ്യിക്കാണ്ട് സൂക്ഷിച്ച് നോക്കുക. When students are given assignments and projects, they rush to the cyberspace from material. Material download ചെയ്യുന്നതിന് തെറ്റില്ല, പക്ഷേ അത് തന്നെ കോപ്പി ചെയ്യാൻ പാടില്ല, അത് തന്നെ എടുത്ത് എഴുതാൻ പാടില്ല. അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അവരുടെ അസൈൻമെൻറ്റ്സിൽ വേണ്ട വിധത്തിൽ അവർ ഉപയോഗിക്കാൻ പരിചയപ്പെടും. ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് എസ് റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ പറയുന്നുണ്ട്. റിസർച്ച് ചെയ്യുമ്പോൾ ഒരേ ടോപ്പിക്കിനെ പറ്റി 2-3 ഓതേഴ്സ് അല്ലെങ്കിൽ 2-3 സൈറ്റ്സ് കിട്ടുമ്പോൾ നമുക്ക് ഐഡിയാസ് കിട്ടും. റൈറ്റിംഗ് സ്കില്ല്
ഡെവലപ്പ് ചെയ്യാനുള്ള ഐഡിയാസ് കിട്ടും. എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കണ്ടൻറ്റ് എഴുതേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഫോർമാറ്റൊക്കെ അവർക്ക് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കോപ്പി പേസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ കറക്റ്റ് schedule, because you are taking away somebody's matter and putting it as yours. It's plagiarism. ചെയ്യാൻ പാടില്ല, അത് against ആണ്. Okay. Teachers should check the authenticity of the sources used in the papers given by the students. ആ കൊടുക്കുന്ന അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ ടീച്ചർ എന്താ ചെക്ക് ചെയ്യേണ്ടത്, അവർക്ക് എഴുതാൻ, അവരുടെ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന വിധത്തിലുള്ള ടോപ്പിക്സ് കൊടുക്കുക. വലിയ സയൻറ്റിഫിക് ടോപ്പിക്സ് ചെറിയ ക്ലാസ്സിൽ കൊടുക്കാൻ പാടില്ല. നമ്മൾക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ആ കുട്ടിയുടെ ഇൻ്റലിജൻസിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? അസൈൻമെൻറ്റ്സ് കൊടുക്കുന്നത് അച്ഛനമ്മമാരെ കൊണ്ട് എഴുതിക്കാനല്ല. ഞാൻ പല പ്രാവശ്യവും കേട്ടിട്ടുണ്ട്, കുട്ടികൾക്ക് അസൈൻമെൻറ്റ് വന്നാൽ അച്ഛനമ്മമാരിരുന്ന് എഴുതണം. എന്തിനാ ഇതിങ്ങനെ? അവർക്ക് പറ്റുന്നത് അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ക്ലാസ്സിൽ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവനവൻ്റെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ആകാൻ പറ്റുന്നത് ക്ലാസ് റൂമാണ്. സോ ടീച്ചേഴ്സ് ഷുഡ് ടേക്ക് ദ ഇൻട്രസ്റ്റ് ടു ഗിവ് എ സ്മോൾ ടോപ്പിക്. 1 minute കൊടുക്കുക, അല്ലെങ്കിൽ 2 മിനിറ്റോ 3 മിനിറ്റോ പ്രിപ്പറേഷന് കൊടുക്കുക, എന്നിട്ട് എഴുതാൻ പറയും. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. എത്രത്തോളം അവർ റൈറ്റിംഗ് സ്കില്ല് സ്വന്തമായിട്ട് ക്ലാസ് റൂമിൻ്റെ അകത്ത് എഴുതി അവർ നന്നാവും. അവരുടെ റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ആയാൽ മാത്രമേ ഐഡിയാസ് മനസ്സിൽ വരുള്ളൂ. ആ ഐഡിയാസിനെ അത് ഡെവലപ്പാക്കി ഒരു എസ്സേ ആക്കി മാറ്റാനുള്ള കഴിവ് കൊടുക്കാനാണ് ഈ അസൈൻമെൻറ്റ് കൊടുക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ടീച്ചേഴ്സ് വെറുതെ കൊടുത്തു, അച്ഛനമ്മമാർ അവിടെ ഇവിടെ നോക്കി റൈറ്റപ്പ് ചെയ്തു, കുട്ടി ഉണ്ടെന്ന് വെച്ചു. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ ടീച്ചറോ വന്ന് എഴുതുമോ? ആ കുട്ടിയല്ലേ എഴുതേണ്ടത്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. Many schools and colleges have computers, internet, including Wi-Fi. Teachers should ensure that students do not misuse these facilities. ഉള്ള ഫെസിലിറ്റീസിനൊക്കെ നശിപ്പിക്കാണ്ട് അവർ കൊണ്ടുപോവുക. കൗൺസിലേഴ്സിന് ഒരു ഫംഗ്ഷനുണ്ട്, സ്കൂൾ കൗൺസിലർ, അവർക്കുമുണ്ട് ഒരു ഫംഗ്ഷൻ. ഇതിൽ ഓൾസോ ഹാവ് ബിഗ് റോൾ ടു പ്ലേ വിത്ത് ദ സൈബർ സ്പേസ്. ദേ ഷുഡ് കണ്ടക്ട് അവയർനെസ് പ്രോഗ്രാംസ് ഓൺ വേരിയസ് സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് ആൻഡ് അഡിക്റ്റഡ് ചിൽഡ്രന് വേണ്ട കൗൺസിലിംഗ് കൊടുത്ത് അവരെ ഈ അഡിക്ഷനിലേക്ക് മാറ്റാനും ശ്രമിക്കണം. Students should be aware of the risk involved in the cyber space. It is easy to be a mere bad habits form ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ എത്രത്തോളം നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നോ അത്രയും നല്ലതാണ്. It is difficult to get out. Ultimately, they are responsible for their own actions and they are masters of their own destiny. They should not reveal email address to anyone. സൈബർ സ്പേസ് സെൻസിറ്റീവ്ലി ഉപയോഗിക്കുന്നത് വളരെ സെൻസിബിളായിട്ട് ഉപയോഗിക്കുക. അതേമാതിരി തന്നെ വി കോൾ ഇറ്റ് ആസ് ഡബിൾ എഡ്ജ്ഡ് നൈഫ്. ദാറ്റ് മീൻസ് ഡബിൾ എഡ്ജ് എന്ന് വെച്ചാൽ ഇരുതല മുറി എന്ന് പറയുന്ന മാതിരി ഇതിനെ നല്ല വിധത്തിലും ഉപയോഗിക്കാം, ചീത്ത വിധത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഏരിയയാണ് സൈബർ സ്പേസ്. ഇവിടെ ഒരു ഇമെയിൽ തന്നിട്ടുണ്ട്. ഈ ഇമെയിൽ നോക്കൂ. ഇതിൽ എങ്ങനെയാണ് ഫോർമാറ്റാണ് ഇമെയിൽ നിങ്ങളെല്ലാവരും ചെയ്യുന്നതായിരിക്കും. പോസിബിളി ദേ വിൽ ആസ്ക് യു ഫോർ എ ക്വസ്റ്റ്യൻ ഇൻ യുവർ ബോർഡ് എക്സാം. ഒരു മാറ്റർ തന്നിട്ട് ഒരു ഇമെയിൽ എഴുതി ഫോർമാറ്റ് ചെയ്യാൻ പറയാൻ ചാൻസസ് ഉണ്ട്. പിന്നെ വരുന്നത് ഈ മെയിലിനെ പറ്റി എന്താണ് ഞാൻ തന്നിട്ടുള്ളത് വെച്ചാൽ ആപ്ലിക്കേഷനാണ്. ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ എഴുതാൻ പറയും. ചില സമയത്ത് ചോദിക്കാറുണ്ട് ആപ്ലിക്കേഷൻ. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്. ആ ഇതിൽ ഡിഫറെൻറ്റ് ഫ്രം സർഫസ് മെയിൽസ്. സർഫസ് മെയിലിലും സാധാരണ മെയിലിനും വ്യത്യാസമുണ്ട്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് സർഫസ് മെയിലിൽ ഒന്നാമത്തെ വ്യത്യാസം എന്താ? നോ അഡ്രസ് ഓഫ് ദ റിസീവിങ്. എവിടെയാണോ ആർക്കാണോ പോകുന്നത് ആ അഡ്രസ്സില്ല, ടു അഡ്രസ്സില്ല. ഇറ്റ് ഹാസ് നോ ഡേറ്റ്. ഇറ്റ് ഹാസ് നോ സിഗ്നേച്ചർ ഓഫ് ദ സെൻഡർ. ആരയച്ചു എന്നൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഏതെങ്കിലും ഫേക്കായിട്ടുള്ള മെയിൽ വന്നാൽ ഓപ്പൺ ചെയ്യരുതെന്ന്. ഓക്കെ. നോ സെൻഡേഴ്സിൻ്റെ അഡ്രസ്സും ഉണ്ടാവില്ല, നെയിമും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇൻ ദ സർഫസ് മെയിൽ ദീസ് അപ്പിയർ ഓൺ ദ ടോപ്പ് ഓർ പാർട്ട് ഓഫ് ദി ലെറ്റർ. ഇനി നമ്മൾ ഇതിൻ്റെ അനലൈസ് ചെയ്യുന്നു. ഈ മാറ്റർ ലാംഗ്വേജ് എങ്ങനത്തെ ലാംഗ്വേജാണ് അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തിട്ട് ആ സ്റ്റൈല് ഫോർമാറ്റ് ചെയ്യണം. ആ ഇമെയിലിൻ്റെ ഫോർമാറ്റ് ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ടും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം, കോംപ്ലിക്കേറ്റഡ് ആകാൻ പാടില്ല. ബ്ലോക്ക് സ്റ്റൈലാണ് യൂസ് ചെയ്യേണ്ടത്.
with all the paragraphs aligned to the left side. Okay. Alignment correct ആയിരിക്കണം. Imagine that you organize a seminar on technology and English language in your teaching in your school. You are going to write a letter about that. In order to ensure the presence of the distinguished scholars invited, detailed സെമിനാറിലേക്കുള്ള ഒരു ഇൻവിറ്റേഷനാണ് നമ്മൾ എഴുതുന്നത്. ആ ഇൻവിറ്റേഷൻ നമ്മൾ വിസിറ്റിംഗ് ഡിഗ്നേറ്ററീസിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഇമെയിലിൻ്റെ ഡ്രാഫ്റ്റ് ഞാനിവിടെ തന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ മാറ്ററും തന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ലെസൺസിൽ എക്സാം പോയിൻറ്റിൻ്റെ ഗൈഡുള്ള കുട്ടികൾക്കൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. പേജ് 99, 100 ഓൺവേർഡ്സ് ആണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുസ്തകമില്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ പുസ്തകം മേടിച്ചിട്ട് ആ പേജസിൽ റെഫർ ചെയ്താൽ ഈ ടോപ്പിക്സ് ഈ പറഞ്ഞിട്ടുള്ള മെയിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇനി പോയിന്റിൽ ഇവിടെ നമ്മൾ ലെറ്ററാണ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തു അയച്ചു. വി ആർ ഇൻവൈറ്റിംഗ് എ ഗസ്റ്റ് ടു അറ്റൻഡ് ദാറ്റ് സെമിനാർ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ സെമിനാറിൽ ഇൻവൈറ്റ് ചെയ്തതോടുകൂടിയാണ് അങ്ങനത്തെ ഒന്നല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ലെറ്റർ റൈറ്റിംഗ് സെമിനാർ ഒക്കെ വെച്ചിട്ടാണ് ആ ലെസൺ അവസാനിക്കുന്നത്. ഇനി നമ്മൾ ഈ പോയിന്റിൽ കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന പോർഷൻസ് ഇങ്ങനെയൊക്കെ ഒന്ന് എഴുതി നോക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ സ്വയം എഴുതി വെക്കുക. അടുത്ത ലെസണിലേക്ക് ഞാൻ പോവുകയാണ്. ആ ലെസൺ എന്താ വെച്ചാൽ ഈ സൊസൈറ്റി ഡെഡ് ചാപ്റ്റർ 2 ആണ് ഇപ്പോൾ ഞാൻ പരാമർശിക്കുന്നത്. ഈ ലെസൻ്റെ ഓഥറാണ് ആൻഡ്രൂ സള്ളിവൻ. ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ ഓഥറാണ്, എഡിറ്ററാണ്, ബ്ലോഗറാണ്. നിങ്ങൾ സാധാരണ ഇപ്പോൾ കാണാറുണ്ട് ബ്ലോഗിങ് ചെയ്യുന്ന ആൾക്കാർ. വളരെ കൂളായിട്ട് എല്ലാവരും ബ്ലോഗേഴ്സാണ്. ഓൾമോസ്റ്റ് എവരിബഡി ഈസ് എ ബ്ലോഗർ നൗ. സലിവൻ ഈസ് എ പൊളിറ്റിക്കൽ കമൻറ്റേറ്റർ, എ ഫോർമർ എഡിറ്റർ ഓഫ് ന്യൂ റിപ്പബ്ലിക്, പഴയ എഡിറ്ററായിരുന്നു, പൊളിറ്റിക്കൽ കമൻറ്റേറ്ററായിരുന്നു, ഓഥറാണ്, എഡിറ്റർ ഓഫ് 6 books, 6 പുസ്തകത്തിൻ്റെ എഡിറ്റർ കൂടിയാണ് ഈ സലിവൻ. ഈ സ്റ്റാർട്ടഡ് എ പൊളിറ്റിക്കൽ ബ്ലോഗാണ് ആദ്യം തുടങ്ങിയത്. അതിൻ്റെ പേരാണ് ദ ഡെയിലി ഡിഷ്. ഓക്കെ, 2000. ഇത് മാത്രമല്ല, ഈ പതുക്കെ അതിൽ നിന്ന് ബ്ലോഗ് ടു വലിയ പ്ലാറ്റ്ഫോമിലേക്കും സലിവൻ പോകാൻ തുടങ്ങി. സലിവൻ എന്താ പറയുന്നത്? സ്വയമേ പറയുന്നതാണ്. കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറയുന്നത്. കൺസർവേറ്റീവ് സിസ്റ്റത്തിൽ ബിലീവ് ചെയ്യുന്ന ആളാണ്. ഓഥർ ഓഫ് കൺസർവേറ്റീവ് സോൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ കൂടി അങ്ങേരുടെ അഭിപ്രായങ്ങൾ എടുത്തു പറയുന്നു. ലാംഗ്വേജ് വളരെ പൊളിറ്റിക്കലായിരിക്കും. ഹി ഹാസ് സപ്പോർട്ടഡ് നമ്പർ ഓഫ് ട്രഡീഷണൽ ലിബർട്ടിയൻ പൊസിഷൻസിനെ പലരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫേവറിങ് ലിമിറ്റഡ് ഗവൺമെൻറ്റും ആൻഡ് അതേസമയം ഗവൺമെൻറ്റിൻ്റെ റൂൾസിനെ പറ്റിയും ഒപ്പോസ് ചെയ്തു. സോഷ്യൽ ഇൻ്റർവെൻഷനെ പറ്റിയും ഒപ്പോസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ അഫർമേറ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ വളരെ സപ്പോർട്ടീവാണ്. പിന്നെ നമ്പർ ഓഫ് കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസിൽ പുള്ളി പെട്ടിട്ടുണ്ട്. കോൺട്രവേഴ്ഷ്യൽ എന്ന് വെച്ചാൽ പരസ്പരം വിരുദ്ധമായ കാര്യങ്ങളിൽ പെട്ടുപോയിട്ടുള്ള ഒരു ഓഥറാണ് ഇങ്ങേര്. പർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ പബ്ലിക് ഇഷ്യൂസിൽ ഇടപെട്ടിട്ടുണ്ട്. ഇൻക്ലൂഡിങ് സെയിം സെക്സ് മാരേജിൽ പൊളിറ്റിക്കലാണ്, അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. പ്രോഗ്രസീവ് ടാക്സേഷൻ ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷനെ പറ്റിയും പരാമർശിച്ചിട്ടുണ്ട്. ആൻറ്റി ഡിസ്ക്രിമിനേഷൻ ലോസിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഓഥറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അച്ചീവ്മെൻറ്റ്സ്. ഈസ് എ ഗ്രേറ്റ് റൈറ്റർ. നമുക്കിനിയിപ്പോൾ നോക്കാൻ പോകുന്ന ലെസൻ്റെ പേര് ഈസ് സൊസൈറ്റി ഡെഡ്. ഈ സൊസൈറ്റിയൊക്കെ മരിച്ചു പോയോ? അല്ലെങ്കിൽ ഇവരെ ആരും എന്താണ് ഇങ്ങനെ എല്ലാവരും വാക്കിംഗ് ഡെഡ് ബോഡിമാരി നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു സെറ്റാരിക്കൽ വ്യൂ ആണ് ഇവിടെ കാണുന്നത്. സമ്മറിയാണ് ഞാൻ പറയുന്നത്, ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഇല്ല. Is Society Dead is an article written by Andrew Sullivan in which he talked about iPod generation. iPod generation എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിൽ ഐപോഡിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പിയർഡ് ഏതിലാണ് വന്നത്? ടൈംസ് ഓൺലൈൻ ഓൺ February 20th, 2005. നിങ്ങൾക്ക് ലെസൺസ് ഞാൻ പറഞ്ഞു തരുന്ന ലെസൺസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ കൂടെ, അതായത് ഞങ്ങളുടെ ചാറ്റ് ബോക്സിൽ കൂടെ പറയാവുന്നതാണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ
എടുത്തെടുത്ത് നമ്മൾ പറയുന്നതായിരിക്കും, സംശയങ്ങളും ക്ലിയർ ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ പരാമർശിക്കാൻ പോകുന്നത് ഐപോഡ് ജനറേഷൻ, ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഉള്ള ജനറേഷൻ. ആൻഡ്രൂ സല്ലിവൻ വിസിറ്റഡ് ന്യൂയോർക്ക്. ഹി സോ സം സ്ട്രേഞ്ച് തിങ്സ്. ന്യൂയോർക്കിൽ പോയപ്പോൾ അവിടെ പല വിധത്തിലുള്ള സിറ്റുവേഷൻസാണ് കാണുന്നത്. ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് ലൈറ്റ് രാത്രിയിൽ ഭയങ്കര ബിസി ആയിട്ടുള്ള സിറ്റിയാണ്. ആ സിറ്റിയിൽ വന്ന ചേഞ്ചസിനെ പറ്റിയാണ് സല്ലീവൻ ഇവിടെ വളരെ ലളിതമായ രൂപത്തിൽ അവതരിപ്പിച്ച് വരുന്നത്. ഹി വാസ് ഷോക്ക്ഡ് when he realized that the night life in New York was diminishing. ഞാനും ന്യൂയോർക്ക് പോയിട്ടുണ്ട്, എനിക്കറിയാം നൈറ്റിലാണ് ലൈഫ് അവിടെ തുടങ്ങുന്നത്. ഭയങ്കര ബിസി ആയിരിക്കും, എല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കും, ആക്ടിവിറ്റീസ് ഉണ്ടാവും, പല വിധത്തിലുള്ള ട്രാവൽസ് കാണാൻ പറ്റും, പല വിധത്തിൽ ആൾക്കാർ മുഴുവനും രാത്രി മുഴുവനും ലൈഫ് ബിസി ആയിട്ടുള്ള സ്ഥലമാണ് ന്യൂയോർക്ക് സിറ്റി. അതേസമയം നേരെ ഓപ്പോസിറ്റാണ് വാഷിങ്ടൺ. വാഷിങ്ടണിൽ 6 മണി 5:30 6 മണിയാകുമ്പോഴത്തേക്കും കടകളൊക്കെ അടയ്ക്കും. കാരണം ദാറ്റ് ബീങ് എ ക്യാപിറ്റൽ സിറ്റി ദേ വോണ്ട് ടു ഹാവ് സെക്യൂരിറ്റി. പക്ഷേ ന്യൂയോർക്ക് അങ്ങനെയല്ല. ന്യൂയോർക്ക് ബിസി ഷെഡ്യൂളിലുള്ള ബിസി പബ്സും അതേമാതിരി പലവിധ ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയയാണ് ന്യൂയോർക്ക് സിറ്റി. ബസ്സിലാണ് രാത്രി മുഴുവനും ആൾക്കാരുടെ മൂവ്മെൻ്റ്. അവിടെ ഒരു പ്രശ്നമില്ല, രാത്രിയാണെന്നേ തോന്നില്ല. നോക്കൂ, ഒരു പിക്ചർ ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ വളരെ ബിസി ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ ന്യൂയോർക്ക് സിറ്റീനെ. ഈ ന്യൂയോർക്ക് സിറ്റിയിൽ ഇവിടെ എന്താ വരുന്നത് വെച്ചാൽ അവർ ഡേ ടൈമിൽ കൂടെ രാത്രി ആയാലും ശരി വളരെ ഹസിൽ ബസിൽ ഉള്ള ഏരിയ, ഭയങ്കര തിരക്കായിരിക്കും. അത് മാത്രമല്ല മാൻഹാറ്റൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൽ കൂടെയും ഈവൻ മാൻഹാറ്റൻ ഹാസ് ചേഞ്ച്. കാരണം നമുക്ക് കാണാൻ പറ്റും റോളർ സ്കേറ്റേഴ്സ് വെച്ചുകൊണ്ട് ആൾക്കാർ, കുട്ടികൾ ഇങ്ങനെ പറന്നു പോകും, നടക്കല്ല, ഓടിപ്പോകുന്നു, സ്പീഡിലാണ് പോകുന്നത്, ബിസി, അത്ര ബിസിയാണ്. അവിടെ ഈ സലീവൻ കാണുന്ന ചേഞ്ചസിനെ പറ്റിയാണ് ഈ ലെസൻ്റെ സാരാംശമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ദർ വാസ് എ ക്വയറ്റ്നെസ് എവരിവെയർ ഈവൻ ദോ ഹി സോ മെനി പീപ്പിൾ ഇൻ പേയ്മെൻറ്റ്സ്. ആൾക്കാരുണ്ട്, ഈ പേയ്മെൻറ്റ്സിലൊക്കെ ആൾക്കാരുണ്ട്, പക്ഷേ അവിടെ കാണുന്നത് മുഴുവനും ഒരു ക്വയറ്റ്നെസ്. എന്താ കാര്യം? എല്ലാവരും അവനവൻ്റെ മൊബൈലിലാണ് ഇരിക്കുന്നത്. ആ മൊബൈലിൽ കൂടെ അവർ മുഴുവൻ സമയവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു കൂടിയില്ല. കാരണം ഇത്രയും കാര്യമായിട്ട് അവർ നോക്കുന്നത് എന്തായിരിക്കും? ചിലപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം, ചിലപ്പോൾ ചിലർ ഐപോഡ് വെച്ചുകൊണ്ട് പാട്ട് കേൾക്കാം, ചിലർ സിനിമ കാണാം നിങ്ങളുടെ മൊബൈലിൽ കൂടെ. അപ്പോൾ നമ്മൾ സൊസൈറ്റിയിലുള്ള ആക്ടിവിറ്റീസിനെയാണ് കുറഞ്ഞു പോയി എന്ന് ഓഥർ പറയുന്നത്. ആ ഓഥറിൻ്റെ അഭിപ്രായം 100% ശരിയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മളുടെ വീടുകളിൽ തന്നെ അച്ഛനമ്മമാരോ അച്ഛനും അമ്മയുമോ അല്ലെങ്കിൽ മക്കളോ പരസ്പരം സംസാരിക്കാറില്ല. എന്തൊരു മാറ്റമാണ് വരുന്നത്, മൊബൈലിൻ്റെ മാറ്റമാണത്. അവിടെ അടുത്ത റൂമിൽ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യും അമ്മയ്ക്ക്, നോ ഫുഡ്, ഐ ഡോണ്ട് വാണ്ട് ഫുഡ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കറണ്ട് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ പറ്റിയാണ് നമ്മൾ എടുത്തു പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ഐപോഡ് ലെസണിൽ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ അടുത്ത് നിങ്ങൾ കാണിക്കുന്ന കുസൃതികൾ എന്ന് വേണം ഞാൻ എനിക്ക് പറയാൻ താല്പര്യപ്പെടുന്നത്. കാരണം അമ്മ വിളിക്കും, വരൂ ആഹാരം കഴിക്കൂ, മോനെ കഴിച്ചിട്ട് പൊക്കോളൂ, ഇതെപ്പോൾ വരാം, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ഗെയിമിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് അഡിക്ഷൻ എന്ന് ഞാൻ പറയുന്നതും. ഐപോഡ് പുതിയ ജനറേഷനെ, ന്യൂ ജനറേഷൻ ഈസ് ഐപോഡ് ജനറേഷൻ എന്ന് ഓഥർ പറയുന്നു. ഒരു ചെറിയ ബ്രേക്ക് എടുത്തോട്ടെ.
ഓക്കെ. അപ്പം ഞാൻ എന്താ പറഞ്ഞ് നിർത്തിയത്? കുസൃതികളാണ്. നിങ്ങളൊക്കെ കുസൃതികളാണ്. അച്ഛനെ അമ്മയ്ക്കൊക്കെ കുസൃതി കൊണ്ട് നിങ്ങൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അത് ദയവ് ചെയ്തൊന്ന് നിർത്തുക. കുട്ടികളാണ്, സമ്മതിക്കുന്നു, പഠിക്കാനുണ്ട്, റെഫർ ചെയ്യാനുണ്ട്, മൊബൈൽ യൂസ് ചെയ്യാനുണ്ട്, നിങ്ങൾക്കെല്ലാം നമ്മൾ അതിന് പെർമിഷൻ തരുന്നുണ്ട്. പക്ഷേ ആൻഡ്രൂ വില്ലിച്ചൻ പറഞ്ഞ മാതിരി സള്ളിവൻ പറയുന്നത് എന്താണ്? ട്രെൻഡ് ഐപോഡിൻ്റെ യൂസ് വളരെ കൂടുതലാവുന്നു. അത് പാടില്ല. One could see iPod people in airports, roads and subways. എല്ലാ സ്ഥലത്തും ഈ ഐപോഡും കൊണ്ട് നടക്കുന്ന ആരെയാണ് നമ്മൾ കാണുന്നത്. When one observed them, one would feel that they are like lifeless souls who are missing everyday conversation, others talk and observation. പരസ്പരം സംസാരിക്കാറില്ല. ഇത് തന്നെ പരിപാടി. ഓക്കെ. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റിയെടുക്കണമെന്നാണ് പുള്ളി പറയുന്നത്. Sullivan pointed that technology has given us everything. എല്ലാം തന്നിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പരിണാമം എന്താ വെച്ചാൽ ഐസൊലേഷനാണ്. ഒറ്റപ്പെട്ടു പോവുകയാണ്. സൊസൈറ്റിയിൽ നിന്ന് സ്വയമേ ഒറ്റപ്പെട്ടു പോകുന്നു. ഞാനും എൻ്റെ മൊബൈൽ, മൊബൈലൊന്ന് പിടിച്ച് മറിച്ച് നോക്കിയേ, അപ്പം കാണാം അവർ ചൂടാവുന്നത്. കാരണം അത്രത്തോളം ഇൻവോൾവ് മൊബൈൽ watching or mobile reading or mobile playing, whatever it is. Okay, it was also diminishing an individual's multiple perspectives. ഒരാളുടെ ഒരു കാര്യം മാത്രമല്ല, ഈ ഇരിപ്പ് തന്നെയല്ലേ എപ്പോൾ നോക്കിയാലും. ആ മൾട്ടിപ്പിൾ ടാലൻ്റ് ഉള്ളവരൊക്കെ, അത് സംസാരിക്കാൻ കഴിവുള്ളവരുണ്ട്, ഡാൻസ് ചെയ്യാൻ കഴിവുന്നവർ, ഇതൊന്നിനെയും ഉപയോഗിക്കാണ്ട് 24 മണിക്കൂറിലും നിങ്ങളുടെ ഐപോഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ഞാൻ വേണ്ടെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വകാര്യതയുണ്ട്. ഐപോഡ് വഴി നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാംസ് നോക്കാം. പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് ബി എവേ ഫ്രം ദി ഇൻ്ററാക്ഷൻ. സോഷ്യൽ ഇൻ്ററാക്ഷന് കുറഞ്ഞു പോകരുത് എന്നാണ് എൻ്റെ അർത്ഥം. For an instance, എക്സാമ്പിളായിട്ട് പറയാൻ, an individual got his or her favorite news from the blogs, favorite music, satellite, radio, favorite channels, TV, etc. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ അത് പാടില്ല, കൂടുതലാകാൻ പാടില്ല. Now everything is on the finger tips of an individual. ഒരാളുടെ വിരൽ തുമ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. Thus ടെക്നോളജി ഹസ് ഗിവൺ അസ് എ വേൾഡ്. ഇങ്ങനെ നമ്മളിപ്പോൾ കൺക്ലൂഡ് ചെയ്യുക തുടങ്ങുമ്പോൾ അതിൽ കൂടെ ടെക്നോളജിയും നമുക്ക് ഇത് എല്ലാ ലെസൺസും, ഈ 3 ലെസനും സയൻസിനെയും ടെക്നോളജിനെയും റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഈ 3 ലെസനും കൂടെ ഒരുമിച്ച് ഒരു യൂണിറ്റിൽ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ റിലേറ്റഡ് വന്നിട്ടുണ്ടെങ്കിലും ഇൻഡിവിജ്വൽ കുഡ് റെയിൻ വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ് ഫ്രം എനി വൺ. പീപ്പിൾ എൻജോയ്ഡ് ടോട്ടൽ ഫ്രീഡം. ഇതാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് കിട്ടാവുന്നത്രത്തോളം നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിച്ച് പോകുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി technology has taken away so many things from an individual, such as accidentally meeting a stranger, listening to a piece of music which was played by others, and others' comments or opinions triggered an individual to change his world and view. ഈ ടെക്നോളജി തന്നെ നമുക്ക് ഒരു ആൾക്കാരെ കണ്ടു, കേട്ടു, പീസ് ഓഫ് മ്യൂസിക് കേട്ടു. പക്ഷെ എന്താ പറ്റുന്നത്? നമ്മളുടെ വേൾഡിനെ, നമ്മളുടെ അഭിപ്രായങ്ങൾ തന്നെ മാറ്റുന്ന ഒരു പ്രവണത കൂടെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. ദസ് ആൻഡ്രൂ സള്ളിവൻ ടെൽസ് ദാറ്റ് ഐപോഡ് പീപ്പിൾ, എന്തിനാ ഈ ഐപോഡ് പീപ്പിൾ എന്ന് എടുത്തെടുത്ത് പറയുന്നത്? കാരണം എല്ലാവരും ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഒരാൾക്കിപ്പോൾ 3 ഫോണ് 4 ഫോണ് ഐപോഡ് ടാബ്ലറ്റ് ഇതൊക്കെ വെച്ചുകൊണ്ടല്ലേ ജീവിക്കുന്നത്. ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും പലരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു ആർ ഡിപ്പെൻഡിങ് ഓൺ ദി ഗാഡ്ജറ്റ്സ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉണ്ട്, വേണ്ടെന്ന് പറയുന്നത്. പക്ഷേ സ്വയമായിട്ടുള്ള ബുദ്ധിയും, മനുഷ്യൻ്റെ ബ്രെയിനാണ് ഏറ്റവും ബെസ്റ്റ് ഓർഗൻ. അതിനെ ഉപയോഗിക്കാൻ, ആലോചിക്കാനും അതിൽ കൂടെ ഐഡിയാസ് കൊണ്ടിരിക്കാനും തിങ്കിങ് ചെയ്യാനും റൈറ്റിംഗ് ചെയ്യാനുമുള്ള ആ കഴിവുകളൊക്കെ കുറഞ്ഞു പോവല്ലേ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI വരുന്നുണ്ട്. ഓക്കെ, വിത്തിൻ സെക്കൻഡ്സ് യു ഗെറ്റ് എവറിത്തിങ് ഡൺ. ദെൻ വേർ ഇസ് എ ബ്രെയിൻ? വാട്ട് ഈസ് ദ യൂസ് ഓഫ് യുവർ ബ്രെയിൻ? പോയില്ലേ. നിങ്ങളുടെ കഴിവിനെ എന്തിനാണ് നിങ്ങളിങ്ങനെ നശിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. വേർ നോബഡി വുഡ് ബി
മിങ്കിളിങ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആരും പരസ്പരം മിങ്കിൾ ചെയ്യാറില്ല. സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ലാണ്ട് പോകുന്നു. അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ലാണ്ട് പോകുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പിന് ഞങ്ങളുടെ കാലത്തൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതേമാതിരി ഫാദർ മദർ റിലേഷൻഷിപ്പ്, എല്ലാ റിലേഷൻഷിപ്പും ഇങ്ങനെ കുറഞ്ഞു വരുന്നു പോകുന്നത് ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമും വഴിയോ ഇഷ്ടമല്ലാത്തത് പറയുക, ഇഷ്ടമല്ലാത്തത് എടുത്ത് പോസ്റ്റ് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് സൈൻ ഓഫ് എ സൊസൈറ്റി. അതാണ് സല്ലീവൻ പറയുന്നതിൻ്റെ അർത്ഥം. From the olden time onwards, people love to hear music for getting relaxation. വേണ്ടി നമ്മൾ പാട്ട് കേട്ടിരുന്നു, റേഡിയോ വെച്ചൊക്കെ പാട്ട് കേട്ടിരുന്നു. അല്ലെങ്കിൽ സദസ്സിൽ പോയിരുന്ന പാട്ട് കച്ചേരി കേൾക്കുക, ഗാനമേള പോക്കുക, അതിൻ്റെയൊക്കെ ഒരു ത്രില്ലൊക്കെ പോയില്ലേ? ആ ത്രില്ലൊക്കെ പോയി. ഗാനമേളയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ യു വിൽ എൻജോയ്, യു വിൽ റിലാക്സ് യുവർ ബോഡി, റിലാക്സ് യുവർ മൈൻഡ്. അതൊക്കെ പോയി കഴിഞ്ഞു. ഈ എല്ലാം ഇതിൽ കേൾക്കുമ്പോൾ, ട്യൂണിൽ കേൾക്കുമ്പോൾ യു ആർ എന്താ പറയുക, ഒരു സെൽഫ് മെയ്ഡ് പ്രിസൻ്റ് അകത്തിരിക്കുന്ന മാതിരി പോവാണ് മനുഷ്യർ. പീപ്പിൾ ഹൂ ലവ്ഡ് സിമിലർ മ്യൂസിക്കൽ ജെനുവിൻ ഷെയർഡ് എ സ്പേഷ്യൽ ബോണ്ട്. നമ്മൾ യേശുദാസിൻ്റെ കച്ചേരിയോ അല്ലെങ്കിൽ ഹേമമാലിനിയുടെ ഡാൻസോ അല്ലെങ്കിൽ ശോഭനയുടെ ഡാൻസോ പെർഫോമിംഗ് ആർട്സിനെയാണ് ഞാൻ പറയുന്നത്. അവിടെ പോയി ഇരിക്കുമ്പോൾ ആ കിട്ടുന്ന റിലാക്സേഷൻ നിങ്ങൾക്ക് ഈ ഐപോഡ് വഴി കിട്ടില്ല. അവിടെ ഇരുന്നുകൊണ്ട് ഇതിനെ ഷൂട്ട് ചെയ്ത് വേറെ വല്ലവർക്കും പറഞ്ഞു കൊടുക്കും, അത് ഡിഫറെൻറ്റ് മാറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈവായിട്ട് കാണുന്ന പെർഫോമൻസിന് നല്ലൊരു എൻജോയ്മെൻ്റ് ഉണ്ട്, ലൈവായിട്ട് കേൾക്കുന്ന പെർഫോമൻസിന് നല്ലൊരു എൻജോയ്മെൻറ്റ്. അതൊക്കെയാണ് കുറഞ്ഞു വരുന്നു എന്ന് നമ്മളുടെ ഗ്രന്ഥകർത്താവ് പറയുന്നു. The merits of iPod gave people to where the individual could listen to his or favorite songs according to her mood. ഓക്കെ, അത് ശരിയാണ്, അതിൻ്റെ പോസിറ്റീവ് പാർട്ടാണ്. എനിക്കിഷ്ടമുള്ള പാട്ട് ഞാൻ കേൾക്കും, എനിക്കിഷ്ടമല്ലാത്ത പാട്ട് ഞാൻ അവോയ്ഡ് ചെയ്യും. അതൊക്കെ നമുക്കവിടെ ചോയ്സ് ഓഫ് ഫ്രീഡം കിട്ടുന്നുണ്ട്. എനിക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്ന് എനിക്ക് ചൂസ് ചെയ്തെടുക്കാനുള്ള ഫ്രീഡമുണ്ട്. അത് ഐപോഡിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. ഇവിടെ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ മാറ്റിക്കൊണ്ടു പോകുന്നത്. ഇതേമാതിരി തന്നെ ഈ ബാക്കിയുള്ളവർക്ക് വരുന്ന പ്രോബ്ലംസിന് നമ്മൾ ഫേസ് ചെയ്യാനും അതേമാതിരി റിഫ്രഷ് ചെയ്യാനും മനസ്സിനെ ഒന്ന് ഉത്സാഹപ്പെടുത്താനും ഇതുകൊണ്ടൊക്കെ ഈ ഐപോഡ് കൊണ്ട് അവനവൻ്റെ ജീവിതത്തിൽ എടുത്തു കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഇങ്ങനെ ആൻഡ്രൂ സല്ലീവൻ ക്രിയേറ്റ് ചെയ്യുന്ന എന്താ വെച്ചാൽ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, ഒരാളുടെ സ്വാതന്ത്ര്യം, അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഈ സയൻസ് ആൻഡ് ടെക്നോളജി ലെസൺസിൽ കൂടിയും അതേമാതിരി ഐപോഡിൽ കൂടിയും അങ്ങനെ എടുത്തു പറയുന്നുണ്ട്. Everything those technology gave people everything. It took away few things from them, such as thinking about an overheard conversation. എന്താ പോയത്? എല്ലാം തന്നു, ഈ സയൻസ് ആൻഡ് ടെക്നോളജി നമുക്കൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് കുറഞ്ഞു പോയത്? കോൺവെർസേഷണൽ സ്കിൽസ് കുറഞ്ഞു പോയി. ഗോയിങ് ബാക്ക് ടു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആഫ്റ്റർ സീയിങ് എ ചൈൽഡ് ബ്രിങ് ബേർഡ് സോങ് വെദർ ആസ് ആക്സെൻറ്റ്സ് ലുക്കിംഗ് അറ്റ് ഈച്ച് അതേഴ്സ് ലാഫ്. നമ്മൾക്ക് ഇതൊക്കെ കുറഞ്ഞു പോയി, അതായത് ഇൻ്ററാക്ഷൻ കുറഞ്ഞുപോയി എന്ന് പറയുന്നു. ഇപ്പോൾ ഇൻ്ററാക്ഷൻ കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളുടെ പഴയ കാലങ്ങളിൽ നമ്മൾ കുട്ടിക്കാലങ്ങളിൽ ചെയ്തിരുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മളുടെ കൂട്ടുകാരോട് പറയുക, അതിനെ ആലോചിച്ച് കുറേ ചിരിക്കുക, കുറേ വെഡ്ഡിത്തരങ്ങൾ പറയുക, ഇതൊക്കെ മിസ്സാവുന്നുണ്ട്. പക്ഷെ നമുക്കതും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ഐപോഡ് ഇൻ ഓർഡർ ടു ഓവർകം ദെയർ ബോർഡം. ബോർഡം എന്ന് വെച്ചാൽ എന്താ? വിരസത. ഒരേ കാര്യം ഡെയിലി ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊരു മടുപ്പ് തോന്നും, വിരസത. ബോർഡം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഐപോഡ് നോക്കുന്നു എന്ന് പറയുന്നു. ബട്ട് ആൻഡ്രൂ സല്ലിവൻ സെഡ് ഇഫ് വൺ കുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഐപോഡ് while one could get deep boredom, one would find alternative ways to overcome it. അങ്ങനെ ഒരു ബോർഡം നിങ്ങൾക്ക് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നല്ല ടെന്നീസ് ഒന്ന് കളിക്കൂ, ആക്ടിവിറ്റി ആകൂ, ബോഡിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കിട്ടും. ഇല്ലെങ്കിൽ 2 പദ്യങ്ങൾ എഴുതി പഠിക്കുക, അല്ലെങ്കിൽ ചൊല്ലിപ്പഠിക്കുക, സ്വന്തമായിട്ട് എഴുതാൻ. അതായത് ഈ ഐപോഡിൻ്റെ ഡിപ്പെൻഡൻസിയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം കഴിവുകളെ
പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. പാട്ട് കേൾക്കാം, ഡാൻസ് കളിക്കാം, ജിമ്മിൽ പോകാം, ജോഗിങ്ങിന് പോകാം, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഈ ഐപോഡിൻ്റെ ബോർഡം കുറഞ്ഞു കിട്ടുമെന്ന് പറയുന്നു. A few days back, Andrew Sullivan went for a trip. ആൻഡ്രൂ ഒരു ട്രിപ്പിന് പോയി. എവിടെയാണ് പോയത്? ഈ forgot to take his iPod. അപ്പോഴാണ് ഐപോഡ് മറന്നുപോയി എന്ന് ഓർമ്മ വന്നത്. അറ്റ് ഫസ്റ്റ് ഹി വാസ് ഡിസ്റ്റർബ്. ആദ്യം വളരെ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി, ഞാൻ ഫോൺ എടുക്കാണ്ട് വന്നുല്ലോ. Then he began to observe the surrounding and social clues. Listen to the aeroplane sound. എയറോപ്ലെയിൻ്റെ സൗണ്ട് കേട്ടു. ടാക്സി ഡ്രൈവർ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്. നമുക്ക് പലവിധമായ ബഹുജന കാഴ്ചകളും ബഹുവിധത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നു. അപ്പോഴാണ് നിവൃത്തിയില്ലാണ്ടായപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണെങ്കിൽ ടാക്സിക്കാർ തമ്മിൽ വഴക്കടിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അച്ഛനമ്മമാർ വരുന്നത്, ടാക്സി എടുക്കാൻ വരുന്ന കാരണം, അതായത് പ്രാക്ടിക്കലി നടക്കുന്നതിനെ വിറ്റ്നസ് ചെയ്യാനും കാണാനും കേൾക്കാനും പറ്റുന്നുണ്ട് ഐപോഡ് കൊണ്ടുപോകാത്തത് കൊണ്ട്. മനസ്സിലായോ? അപ്പോൾ ഹി ഫെൽറ്റ് ദാറ്റ് പീപ്പിൾ വർ കണക്റ്റഡ് ടു ഈച്ച് അതർ. ഇങ്ങനെ അറ്റ് ദ എൻഡ് എസ്സേ അവസാന കാലഘട്ടങ്ങളിൽ ഈ എസ്സേ എഴുതി വരുമ്പോഴത്തേക്കും പുള്ളി പറയുന്നത് എന്താണ്? ആൻഡ്രൂ പറയുന്നുണ്ട് ദാറ്റ് എവ്രി വൺ ഷുഡ് കം ഔട്ട് ഓഫ് ദ ഹൈപ്പർ റിയൽ വേൾഡ് ആൻഡ് ട്രൈ ടു ടച്ച് വിത്ത് ദ റിയൽ വേൾഡ് വിച്ച് വൺ കുഡ് എൻജോയ് ലോട്ട് ഓഫ് തിങ്സ്. അത് സത്യമാണ്, 100% സത്യമാണ്. ഈ മൊബൈലിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിലിരുന്ന് വളഞ്ഞു കുത്തി ഇങ്ങനെ മൊബൈൽ ഇരുന്നിരുന്ന് ഒരു അഡിക്റ്റായി ഒരുമാതിരി സൈക്കോ പേഷ്യൻ്റ് മാതിരി ആയിരിക്കും ഇവരുടെ കണ്ണ് വരിക. കണ്ണ് പുറത്തേക്ക് തള്ളും. ചിലപ്പോൾ കാണാം ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തിനാ ഇതൊക്കെ? നിങ്ങൾ സാധാരണമായ ജീവിതത്തിൽ സയൻസിൻ്റെയും ടെക്നോളജീൻ്റെയും ഡെവലപ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ സാധാരണ സോഷ്യൽ ലൈഫ് എൻജോയ് ചെയ്യാമെന്നാണ് ആൻഡ്രൂ പറയുന്നതിൻ്റെ അർത്ഥം. ഇവിടെ ഈ ലെസൻ്റെ ഞാൻ ഇതിനെ വളരെ ഒബ്ജക്റ്റീവായിട്ട് ലേണിംഗ് ഔട്ട്കം എന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലേണിംഗ് ഔട്ട്കം? ഈ ലെസൺ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇതാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ് ദീസ് ഡേയ്സ്? എല്ലാ സ്റ്റുഡൻസിനും പഠിക്കണമെങ്കിൽ മൊബൈൽ വേണം. മൊബൈലിൽ കാൽക്കുലേഷൻസിന് മൊബൈലിൽ വേഗം തന്നെ ക്ലിക്ക് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് എഴുതും, അല്ലെങ്കിൽ കണക്ക് എഴുതും. കണക്ക് മനസ്സിലാക്കിക്കൊണ്ട് പോകാനായിട്ട് മൊബൈലിൻ്റെ ആപ്പിൻ്റെ ഉപയോഗം. നിങ്ങളുടെ മെൻ്റൽ മാത്തമാറ്റിക്സ് എവിടെ പോകുന്നു? നിങ്ങൾക്ക് ടേബിൾസ് എവിടെ പോകുന്നു? അൽഗോരിതംസ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ലേണിംഗ് ഔട്ട്കം. ഈ ലെസൺ ഈ 11th സ്റ്റാൻഡേർഡ് തന്നിട്ടുള്ളതിൻ്റെ അർത്ഥം ഇതാണ്: യു മസ്റ്റ് ഡെവലപ്പ് യുവർ ഓൺ സ്കിൽസ്. You must use your brain to the maximum, because brain is the beautiful organ of our body. അത് യൂട്ടിലൈസ് ചെയ്ത് അതിനെ വെച്ചുകൊണ്ട് എന്ത് ഫാസ്റ്റാണെന്നറിയാം. കമ്പ്യൂട്ടേഴ്സിനെക്കാട്ടിലൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് നമ്മളുടെ ബ്രെയിൻ. അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കൂ. ഈ മൊബൈലിൽ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ മൊബൈലില്ല, മൊബൈൽ ഡള്ളായി പോയാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഇല്ലാത്ത കാലത്ത് എങ്ങനെ ജീവിച്ചിരുന്നു? അതുമാതിരി ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലേണിംഗ് ഔട്ട്കം എന്ന് കൊടുക്കേണ്ട അർത്ഥം എന്തിനാണ് ഇത് ഈ ലെസൺ തന്നിട്ടുള്ളത്? റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദിസ് ലെസൺ ദ സൊസൈറ്റി ഈസ് ഡെഡ്. അതുകൊണ്ടാണ് ഈ ആപ്റ്റായിട്ടുള്ള സൊസൈറ്റി ഡെഡ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ നേരമില്ല, സംസാരിക്കാൻ നേരമില്ല. എങ്ങനെ 24 മണിക്കൂറും വാക്കിംഗ് ഡെഡ് ബോഡി മാതിരി പോകുന്നതിനെയാണ് സറ്റാരിക്കലായിട്ട് നമ്മളുടെ ഓഥർ പറഞ്ഞിട്ടുള്ളത്. എന്താ പറയുന്നത്? നമ്മൾ പറയുന്നത് നമ്മളുടെ ഉപയോഗം, ഈ ലെസൺ പഠിച്ചുകൊണ്ടുള്ള ഉപയോഗമാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്. കമ്പാരിസൺ ഓഫ് ബോത്ത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ദ യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി. രണ്ടും ഒരു കോയിനിൻ്റെ 2 സൈഡ് എന്ന് പറയുന്ന മാതിരി, ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്ന മാതിരി നമ്മൾ ഈ ലെസൺ കൊണ്ട് ഉപയോഗിക്കുന്നത്, പഠിച്ചുകൊണ്ടുള്ള ഉപയോഗം, ഇതിൻ്റെ നല്ല വശവും ചീത്ത വശവും അറിഞ്ഞിരിക്കുക. അതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. ഇറ്റ് അലൗസ് ദ സ്റ്റുഡൻറ്റ് ടു പ്രിപ്പയർ ഫോർ എസ്സേ റൈറ്റിംഗ് സ്കിൽസ്. എസ്സേ എഴുതാനുള്ള കഴിവിനെ ഡെവലപ്പ് ചെയ്യിക്കാൻ പറ്റും. ഡിബേറ്റിംഗ്, അതേമാതിരി ഡിബേറ്റ് എന്ന് വെച്ചാൽ ചർച്ചകൾ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ്. അതായത് നമ്മൾ ഒരു ഡിബേറ്റ് ചെയ്യുമ്പോൾ ഒരു ടോപ്പിക്, ഒരു ടൈറ്റിൽ തന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഫോർ
എഗെയിൻസ്റ്റ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടും ഡിബേറ്റ് ചെയ്യാനുള്ള സ്കിൽസ്, ഡിബേറ്റിംഗ് സ്കിൽസ്, വെയർ യു ആർ ഗോയിങ് ടു എക്സ്പ്രസ് യുവർ വൊക്കാബുലറി, oratory skills, your knowledge about the subject concerned with the title and so on. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിനെ പറ്റിയും നിങ്ങൾക്ക് ചിന്താശക്തിയും ഡെവലപ്പ് ആകും, സ്പീക്കിംഗ് സ്കിൽസും ഡെവലപ്പ് ആകും, അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ഓർഡർ, അറേഞ്ച്മെൻറ്റ് ഓഫ് യുവർ പോയിൻറ്റ്സ് ഫോർ ഡിബേറ്റിംഗ് ഡെവലപ്പ് ആകും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഈ ലെസണിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. സ്കിൽസ് ലൈക്ക് reading, understanding, analysis, public speaking, writing can be developed well. അപ്പോൾ ഈ ലെസണിൽ കൂടെ നമ്മൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ്? വായനാശീലം, നല്ലപോലെ വായിക്കാനുള്ള ശീലം ഉണ്ടാക്കുക. വായിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ മനസ്സിലാക്കാനും കഴിയണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അനലൈസ് ചെയ്യാൻ, വിശകലനം ചെയ്യാനുള്ള ബുദ്ധി ഡെവലപ്പ് ആവുന്നു. പിന്നെ സംസാരിക്കുമ്പോൾ നമ്മളുടെ പബ്ലിക് സ്പീക്കിംഗ് ഡെവലപ്പ് ആകുന്നു. സ്കിൽസ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്, ഹൗ ടു ഫേസ് ദ ഓഡിയൻസ്, ഹൗ ടു അറേഞ്ച് യുവർ പോയിൻറ്റ്സ്, ഹൗ ടു മേക്ക് ദം കൺവിൻസ് ടു ലിസൺ ടു യു. ഒരാളുടെ കോൺസെൻട്രേഷൻ മാക്സിമം നമ്മൾ സാധാരണ പറയാറുണ്ട് 40 മിനിറ്റ് എന്നാണ്. 40 മിനിറ്റോളം ഒരാൾ പ്രാസംഗികൻ പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ അയാളാണ് എക്സലൻറ്റ് സ്പീക്കർ. അപ്പോൾ നമ്മൾക്ക് ജിജ്ഞാസ വരും, ഈ സ്പീക്കറിൻ്റെ പബ്ലിക് സ്പീക്കിങ്ങിൽ ഉള്ള ടെക്നിക്സ് അതൊക്കെ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് ഈ ലെസണിൽ കൂടെ മനസ്സിലാക്കുന്നു. റൈറ്റിംഗ് സ്കിൽ, നമ്മൾ എസ്സേ റൈറ്റിംഗ് അല്ലെങ്കിൽ ലെറ്റർ റൈറ്റിംഗ്, ഇതൊക്കെ ഈ സ്കിൽസും ഇതിൽ കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെയും, അതുകൊണ്ടാണ് ഈ ലെസണിനെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊക്കെ പരീക്ഷയ്ക്ക് പോകാൻ പോകുന്ന കുട്ടികളാണ്, അപ്പോൾ നിങ്ങൾക്ക് ലെസൺസിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഇതാണ് ഞാൻ ഈ ലെസൺ ഇവിടെ ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് ഈ ലെസൺ കൊണ്ട് ബെനിഫിറ്റ് ആവുന്നത് എന്തൊക്കെയാണെന്ന് പറയുന്നു. ഇതോടുകൂടി ഈ ലെസണിലേക്ക് നമ്മൾ അടുത്ത ലെസണിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ എക്സാം പോയിൻറ്റിൻ്റെ ഞങ്ങളുടെ ബുക്സ് ഉണ്ട്, അതായത് ഞങ്ങളുടെ ഗൈഡ്സ് ഉണ്ട്. അതിൽ കൂടെ നിങ്ങൾക്ക് പരാമർശിച്ച് പോയിട്ടുള്ള ലെസൺസൊക്കെ തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ സമയം കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട്. അടുത്ത ലെസണിലേക്കാണ് ഞാൻ പോകുന്നത്. 3rd ചാപ്റ്റർ, ഈ 6th യൂണിറ്റിൻ്റെ 3rd ചാപ്റ്ററിൻ്റെ പേരാണ് കോൺസെപ്ച്വൽ ഫ്രൂട്ട്. ഇവിടെ ഓതർ തേസിസ് ഫ്രാങ്ക് ആണ് എഴുതിയിട്ടുള്ളത്. ഇവരുടെ കാര്യങ്ങളിൽ കൂടെ ഈ ചാപ്റ്റർ നമ്മൾ ഓതർ ആരാണ്? ഈ ഓതർ ഷീസ് എ ഫേമസ് ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അതിനു മുമ്പ് സൈക്കോ തെറാപ്പിസ്റ്റ് എന്ന പ്രവൃത്തിയിൽ കൂടെ ഉണ്ടായിരുന്നു, അതിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് റൈറ്റർ കൂടിയാണ്, സൈക്കോ തെറാപ്പിസ്റ്റാണ്. ഷീ ഓൾസോ ടീച്ചേഴ്സ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോ. ദ സ്റ്റോറി ഈസ് അബൌട്ട് ദ ഇൻ്റർനെറ്റ്. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദ്യത്തെ ചാപ്റ്റർ എന്തായിരുന്നു? സൈബർ സ്പേസിനെ പറ്റി. രണ്ടാമത്തെ ഇതായിരുന്നു ഈ സൊസൈറ്റി ഡെഡ്, അവിടെ ഐപോഡിനെ പറ്റി. ഈ 3 ലെസണിനും ചെയിനായിട്ടൊരു ലിങ്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഈ യൂണിറ്റിൻ്റെ അകത്ത് ഈ ലെസൺസിനെ കൊണ്ടുവന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇനിയിപ്പോൾ ഇവർ എന്തൊക്കെ ചെയ്തു ഓതർ എഴുതിയിട്ടുള്ളത്, ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റോറീൻ്റെ ഈ സ്റ്റോറി വഴി ഞാൻ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ പറ്റിയാൽ തരാം. സമ്മറി ആയിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കോൺസെപ്ച്വൽ ഫ്രൂട്ട് ഈസ് ഷോർട്ട് സ്റ്റോറി ബൈ തേസ ഫ്രാങ്ക്. വെൻ ദ സ്റ്റോറി ബിഗിൻസ്, ഒരു കഥ തുടങ്ങുകയാണ്, ഷോർട്ട് സ്റ്റോറിയാണ്. നേരത്തെ എഡിറ്റിംഗ് നമ്മൾ റൈറ്റപ്പാണ് കണ്ടത്. ഫാമിലി ഈസ് ഈറ്റിംഗ് ആൻറ്റിചോക്സ്. Greta's father is telling his family about a website on the internet where one can create or virtual street. നിങ്ങൾ ഈ ഫാദർ ഫാമിലി ഫുഡ് കഴിക്കുന്ന സമയത്ത് അച്ഛൻ വെർച്വൽ, നിങ്ങളിപ്പോൾ 12th കഴിഞ്ഞു അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു, നിങ്ങൾ ഫോറിൻ സ്കൂൾ കോളേജസിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ റൈറ്റ് നൗ വി ഹാവ് എ സിസ്റ്റം കോൾഡ് വെർച്വൽ ടൂർ. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കാനഡയിലുള്ള സ്കൂളിൻ്റെ കോളേജിൻ്റെ റൂംസ് എല്ലാം കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് വെർച്വൽ ടൂർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ അച്ഛൻ ഫാമിലിയോട് പറയുകയാണ്, ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ വഴി വെർച്വൽ സ്ട്രീറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈസ് ദാറ്റ് വെർച്വൽ സ്ട്രീറ്റ് ക്യാൻ ബി ക്രിയേറ്റ് എ വെർച്വൽ ഹൗസ്
where one can have many virtual rooms and can be decorated with fruits and a library. ഇതിൻ്റെ ഈ സാരാംശമായിട്ട് പറയുന്നത് ആ കുട്ടിക്ക് ആവശ്യമുള്ള ഒരു കുട്ടിയുടെ ജിജ്ഞാസേനെ വരുത്തുന്ന ഒരു ലെസൺ ആണ് ഇത് എന്നർത്ഥം. But his wife and son, Joel, pay the least interest in this. അച്ഛൻ പറഞ്ഞതിന് മക്കള് മോനും ഭാര്യയും ശ്രദ്ധിക്കുന്നില്ല. Though Joel, who is 11 years old, knows computer programming. 11 വയസ്സേ ഉള്ളൂ മകന്, പക്ഷെ കമ്പ്യൂട്ടർ പ്രോഗ്രാം അറിയാം. He loves to do karate. അവന് കരാട്ടെ ഇഷ്ടമാണ്. His wife is a working woman who loves to sit in the garden every evening rather than spending time on the computer. വൈഫിനാണെങ്കിലും കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കാൻ ഉള്ള താല്പര്യമല്ല, ബീൻ വിത്ത് ദ നേച്ചർ, ഗാർഡനിലാണ് അവർക്ക് ഇൻട്രസ്റ്റിംഗ്, ഗാർഡനിങ് ആണ് അവർക്ക് ഇൻട്രസ്റ്റിംഗ്. സോ ക്രീറ്റ എന്ന് പറഞ്ഞ മോളാണ് ഈ അച്ഛൻ പറഞ്ഞ കാര്യത്തിലേക്ക്, വെബ്സൈറ്റിൻ്റെ കാര്യത്തിലേക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കാണിച്ചത്. Greta is a differently abled, blue-eyed blonde girl of 16 who has an IQ of 5th grade student. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ കുട്ടിക്ക്, അവൾക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ്, അവളുടെ IQ കുറച്ച് കുറവാണ്. അതാണ് അച്ഛൻ്റെ പ്രശ്നം, ആ ഫാമിലിയുടെ പ്രശ്നം അതാണ്. ആ കുട്ടിയുടെ IQ കുറച്ച് കുറവാണ്. ഷീസ് എ ഹാർഡ് വർക്കിംഗ് ഗേൾ, വളരെ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷേ though through her relentless practice she was able to tie the shoes at the age of 10. അതായത് ഫിസിക്കലി ഈ കുട്ടിക്ക് ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇവൾ ഷൂ കെട്ടാൻ പഠിച്ചത്. അതിനുശേഷം അവൾ ടൈപ്പിംഗ് പഠിച്ച ശേഷം വേർഡ് പ്രോസസ്സിംഗ് ജോബ് കിട്ടി. എന്നിട്ട് ഈ സ്റ്റഡിങ് ഇൻ എ സ്പെഷ്യൽ സ്കൂൾ, പ്രത്യേകത സാധാരണ കുട്ടികളല്ല, സ്പെഷ്യൽ സ്കൂളിലാണ് ഇവൾ പഠിക്കുന്നത്. വിച്ച് മെൻറ്റ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ. വേറെവർ ഷീ ഹിയർ സംതിങ് ഷീ റിപ്പീറ്റ്സ് ആൻഡ് വിച്ച് ഷോസ് ഹൗ കെയർഫുൾ ഷീസ്. വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അവളുടെ വിഷമം, അവളുടെ വീക്ക്നെസ് അവൾക്ക് അറിയാവുന്നതുകൊണ്ട് അവൾ വളരെ കെയർഫുൾ കൂടിയാണ്. ഗ്രേറ്റ ഇസ് ഇൻട്രസ്റ്റ്, അവ കുട്ടിയുടെ ഇൻട്രസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കാനാണ് അച്ഛൻ്റെ ശ്രമം. Greta's interest, her father starts to tell about the website where one could virtual streets, virtual houses, virtual library, etc. അപ്പോൾ അച്ഛൻ ഈ കുട്ടിയുടെ ജിജ്ഞാസയ്ക്ക് വേണ്ടി എടുത്ത് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ഈ ടൂർ വഴി നമുക്ക് വെർച്വൽ സ്ട്രീറ്റ് ഉണ്ടാക്കാം. എല്ലാം കമ്പ്യൂട്ടറിലാണ്, അല്ലാണ്ട് പേപ്പറിലോ അല്ലെങ്കിൽ ബിൽഡിംഗ് അല്ല, only on the computer. Okay. He shows Sam's virtual library കൂടെ കാണിച്ചു കൊടുക്കുന്നു. Sam, who is living in Illinois, have made an incredible library of classical worksൻ്റെ ഒരു സാമിൻ്റെ ലൈബ്രറി കൂടെ ഈ മോൾക്ക് അച്ഛൻ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്? സീയിങ് ഈ വെബ്സൈറ്റ് വഴി Greta's father had created a virtual street named Greta Street. മോളുടെ പേരിട്ട് ഒരു സ്ട്രീറ്റിനെ ഉണ്ടാക്കി അച്ഛൻ വെബ്സൈറ്റിൽ. അപ്പോൾ ആ കുട്ടി ആ പെൺകുട്ടിയുടെ മനസ്സിൽ എൻ്റെ പേരിൽ ഒരു സ്ട്രീറ്റ് വരുന്നു. സോ ഷീസ് ഹാപ്പി. ഷീ വോണ്ട്സ് ടു ഡു സംതിങ് എൽസ്. ഓക്കെ. വെർച്വൽ ഹൗസ് നെയിംഡ് ഗ്രേറ്റാസ് ഹൗസ്, അവളുടെ പേര് വെച്ചുകൊണ്ടുള്ള ഒരു വീടും അവിടെ അച്ഛൻ വെബ്സൈറ്റിൽ ഉണ്ടാക്കി. ഫോർ ദാറ്റ് വെർച്വൽ ഹൗസ് Greta decides to have 11 windows. അവൾ പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ എൻ്റെ വീടിന് ബ്രിക്ക് ബിൽഡിംഗ് അല്ല ഇത്, റിമെമ്പർ ദാറ്റ് വൺസ് അഗെയിൻ, കമ്പ്യൂട്ടറിലാണ് ഈ വീടിനെ ഉണ്ടാക്കുന്നത് അച്ഛൻ. അത് എനിക്ക് 11 വിൻഡോസ് വേണം. എല്ലാം ഷിയർ വൈറ്റ് കേർട്ടൻസ് ആയിരിക്കണം, വിൻഡോസിനൊക്കെ വൈറ്റ് കേർട്ടൻസ് ഇടണം. ഷി വോണ്ട്സ് പീച്ചസ് ഇൻ ബ്ലൂ ബൗൾസ് എവരിവെയർ. പീച്ചസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിനെ കൊണ്ടുവന്ന് ബ്ലൂ കളറുള്ള ബൗളിൽ എല്ലാ സ്ഥലത്തും വയ്ക്കണം. അപ്പോൾ മകളുടെ ആഗ്രഹങ്ങളെ പതുക്കെ അച്ഛൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ കഥയിൽ കൂടെ നമ്മൾ കാണുന്നത്. Greta's father and Greta decided to put peaches in the kitchen first. ആദ്യം അവർ കിച്ചൺ ഉണ്ടാക്കിയപ്പോൾ, വെബ്സൈറ്റിൽ കിച്ചൺ മാതിരി ഉണ്ടാക്കിയപ്പോൾ അവിടെയാണ് ആദ്യം ഈ പീച്ചസ് വയ്ക്കാൻ ഉദ്ദേശിച്ചത്. ഫോർ ദാറ്റ് her father makes virtual kitchen which is named
ഗ്രേറ്റാസ് കിച്ചൺ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? ഒരു അച്ഛൻ്റെ ആകാംക്ഷയുണ്ട്. ഒരച്ഛൻ അങ്ങേരുടെ മോളുടെ ആഗ്രഹങ്ങളെപ്പറ്റി എത്രത്തോളം ഡീപ്പായിട്ട് ആലോചിക്കുന്നു. ഇത് തന്നെയാണ് നിങ്ങളുടെ അച്ഛനമ്മമാരുടെയും ഗതി. എല്ലാ അച്ഛനമ്മമാർക്കും അവനവൻ്റെ കുട്ടികളുടെ ഫ്യൂച്ചറിനെ പറ്റിയും അവർക്ക് നല്ലത് എത്രത്തോളം നല്ലത് ചെയ്തു കൊടുക്കാം എന്നുള്ള ആ വിചാരമായിരിക്കും എല്ലാ പാരൻസിനും. ഓക്കെ, സോ ട്രൈ ടു obey and fulfill their dreams about you. He asked her to click a bowl. അച്ഛൻ പറയാം, ഒരു ക്ലിക്ക് ചെയ്യും ബൗളിലേക്ക്. When she clicks the bowl, the word peaches. അപ്പോൾ അത് സർപ്രൈസായിട്ട് ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. ഈ അച്ഛൻ എന്താ ഒതുക്കി വെച്ചിരുന്നത്? മോൾക്ക് ക്ലിക്ക് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കാണുന്നത് എന്താണ്? അവളുടെ പീച്ചസ് ആണ്. ആ പീച്ചസിൻ്റെ ബൗളിലാണ് ക്ലിക്ക് ചെയ്യുന്നത് കിച്ചണിൽ. വെൻ ഷീ ക്ലിക്സ് ദ ബൗൾ, വേർഡ് പീച്ചസ് പുറത്തേക്ക് വരുന്നു. ആൻഡ് ഇറ്റ്സ് പിക്ചർ ഹാവിങ് അപ്പിയർഡ്. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു വിഷമം വന്നു. ബട്ട് ഗ്രീറ്റ ഈസ് ഡിസപ്പോയിൻറ്റഡ്. ഷീ വോൺസ് റിയൽ പീച്ചസ്. അപ്പോൾ പീച്ചസ് എന്ന ഫ്രൂട്ട് വന്നു, അവൾക്കത് കണ്ടു. പക്ഷെ അവൾക്ക് അവിടെ സന്തോഷമല്ല, അവിടെ നെഗറ്റീവായിട്ട് അവൾക്ക് വിഷമമാണ്. അവർ പറഞ്ഞാൽ എനിക്ക് ശരിയായ പീച്ചസ് വേണം, ഒറിജിനലായ പീച്ചസ് വേണം. അപ്പോൾ അവൾ മോളെ അച്ഛൻ കൺസോൾ ചെയ്യുന്നത്. മോളെ ശരി, നമുക്ക് ശരിയാക്കാം. ഓക്കെ. ദെൻ ഗ്രേറ്റാസ് ഫാദർ മേക്സ് എ വെർച്വൽ കിച്ചൺ ഉണ്ടാക്കുന്നു. ആ വെർച്വൽ ഡൈനിങ് റൂം ഉണ്ടാക്കുന്നു. അതുകൂടെ വെർച്വൽ ലിവിങ് റൂം ഉണ്ടാക്കുന്നു, വെർച്വൽ ബെഡ്റൂം ഉണ്ടാക്കുന്നു, വെർച്വൽ റൂം ഫോർ എ കാറ്റ് ആൻഡ് എ വെർച്വൽ ബാത്റൂം. അപ്പോൾ ഈ അച്ഛൻ ഇതിൽ കൂടെ കമ്പ്യൂട്ടറിൽ കൂടെ വെബ്സൈറ്റിൽ ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ബെഡ്റൂം, കിച്ചണ്, ലിവിങ് റൂം, ഡൈനിങ് റൂം, അവൾക്കൊരു പൂച്ചയുണ്ട്, ആ പൂച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു റൂം ഒക്കെ ഉണ്ടാക്കുന്നു. അക്കോർഡിംഗ് ടു ഗ്രേറ്റാസ് ടേസ്റ്റ്, അവളുടെ ഇൻട്രസ്റ്റ് പ്രകാരമാണ് ഇത് ചെയ്തു പോകുന്നത്. സഡൻലി ഷീ ടെൽസ് ദാറ്റ് ഷീ ഡസ് നോട്ട് നീഡ് എ ബാത്റൂം ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ റിയൽ ഹൗസ്. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ ബാത്റൂമൊക്കെ ഇട്ടപ്പോഴത്തേക്കും പെൺകുട്ടി കയറി ഒരു അഭിപ്രായം വന്നു, എന്തിനാ ഇത് വെർച്വൽ അല്ലേ, ഇവിടെ ശരിയായിട്ടുള്ള ബാത്റൂം ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ബാത്റൂം വേണ്ട എന്ന് അച്ഛനോട് പറയുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്തിരി ഡിസപ്പോയിൻമെൻറ്റ് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ദ ഫാദർ ടെൽസ് ഗ്രീറ്റ ക്യാൻ ഡെക്കറേറ്റ് ഹെർ റൂംസ് വിത്ത് ആപ്പിൾസ്, പിയേഴ്സ് ആൻഡ് ഫ്ലവേഴ്സ്. അച്ഛൻ മോളോട് പറയുന്നു, നിൻ്റെ റൂം മുഴുവനും ഡെക്കറേറ്റ് ചെയ്യാം, ഫ്ലവേഴ്സ് വെച്ചും ആപ്പിൾസ് വെച്ചും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. മോളെ സന്തോഷിപ്പിക്കാനാണ് അച്ഛൻ്റെ ശ്രമം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ആസ് ദ സ്റ്റോറി എൻഡിങ് വരുമ്പോൾ ദ റൈറ്റർ ടെൽസ് അബൌട്ട് ദാറ്റ് ഗ്രേറ്റ കനോട്ട് ഹാവ് എ ഹൗസ് ഓഫ് ഹെർ ഓൺ ബിക്കോസ് ഷീ മെ ലീവ് ഇൻ എ ഗ്രൂപ്പ് ഹൗസ് വിത്ത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ ലൈക്ക് ഹർ. അവൾക്ക് ഒരു സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇവൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചൈൽഡാണ്. അപ്പോൾ ആ ചൈൽഡ് ആ ഡിഫറെൻ്റ്ലി ഏബിൾഡ് സ്കൂളിൽ പഠിക്കുന്നു, ആ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആൾക്കാരുടെ കൂടെ ഉള്ള ഗ്രൂപ്പിലായിരിക്കും അവൾ ജീവിക്കാൻ പോകുന്നത്. അത് അച്ഛൻ എടുത്ത് പറയാൻ. ദ ഫാദർ ഹോപ്സ് ദാറ്റ് ദ ഹൗസ് വിൽ ഹാവ് എവറിത്തിങ് വിച്ച് ഗ്രേറ്റ ഹാസ് വിഷ്ഡ് ഫോർ. അപ്പോൾ ഈ വെർച്വലായിട്ടുള്ള വീടുണ്ടാക്കിയപ്പോൾ അറ്റ്ലീസ്റ്റ് അതിലെങ്കിലും അവളുടെ ആഗ്രഹങ്ങൾക്ക് പ്രകാരം പോവാമെന്ന് അച്ഛൻ വിചാരിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആ മകനും അമ്മയും ഇല്ലാത്തതെന്നാണ്. വൈസ് ദ സൺ ആൻഡ് വൈഫ് interrupted. Do you agree with this attitude? The son is not interested because he wants to, അവന് ഇൻട്രസ്റ്റ് ഉള്ളത് കരാട്ടെ പഠിക്കുന്നതാണ്. വൈഫിനാണ് ഇൻട്രസ്റ്റ് എവിടെയുള്ളത്? കമ്പ്യൂട്ടർ അല്ല. ഷീ വോണ്ട്സ് ടു സിറ്റ് ഇൻ ദ ഈവനിങ് ഇൻ ദ ഗാർഡനിങ് ആണ് വൈഫിന് ഇൻട്രസ്റ്റ് ഉള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും ഇതിനെപ്പറ്റി വെബ്സൈറ്റിനെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവരതിന് ഏറ്റവും കുറവ് പ്രാധാന്യം കൽപ്പിച്ചതെന്ന് പറയാം. I don't approve of this attitude. That is left to your choice. Whether you approve it or not is your choice. He said he would start with the fruit in the kitchen. Achan. He wrote Greta's kitchen. He asked her to walk around and take fruits from the bowl and eat them. അപ്പോൾ അച്ഛൻ മോളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എടുത്ത് പറഞ്ഞു. ഷീ ആസ്ഡ് വെയർ ദ പീച്ചസ് വെയർ, എവിടെ എൻ്റെ പീച്ചസ് എന്ന് കുട്ടി ചോദിക്കുകയാണ്. ഹീ സെഡ് ദേ വുഡ് കം ഇൻ എ മിനിറ്റ്. അപ്പോൾ അച്ഛൻ ചെയ്തു വരുമ്പോൾ ക്ലിക്ക് പറയാണ് അണ്ടറിൽ. സീ വാട്ട് ഹാപ്പൻസ്, എന്താ നടക്കുന്നത് നോക്കൂ.
He covered the screen for a minute. What happens? ആ കവറിൽ സ്ക്രീനിനെ ഒന്ന് കവർ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് എന്ത് നടക്കുന്നു? He covered the screen for a moment, wrote peaches. He wrote it by clicking a bowl. Greta clicked bowl and the word peaches arises. She told him it was just a word. He said that it was the idea that she can see a picture of the fruit. അതിൻ്റെ ഉദ്ദേശം മോളോട് ക്ലിക്ക് ചെയ്യാൻ പറയുന്നു, അവിടെ ഫ്രൂട്ട് വരുന്നു, പിക്ചറാണ് കാണുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നു നിനക്ക് എന്നെ കൊണ്ട് അത് കാണിച്ചു തരാനാണ് ഞാൻ ശ്രമിച്ചത് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. She said she thought she would make റിയലായിട്ടുള്ള പീച്ചസ് കിട്ടുമെന്നാണ് ആ കുട്ടി ധരിച്ചത്. He said she had to go to the store to get them. സ്റ്റോറിൽ പോയി വേണം ഒറിജിനലായിട്ടുള്ള പീച്ച് മേടിക്കുന്നത്. She said she just saw only words and wanted to know why people liked them. എന്തിനാണ് ആൾക്കാർക്ക് വാക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ മതിയോ? He said that they reminded people of the things that the words and stand as far as she could see in her books. അവളുടെ പുസ്തകത്തിൽ കാണുന്ന എത്രത്തോളം നമ്മൾക്ക് വേർഡ്സിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ആ വെർച്വൽ ബുക്കിൽ കൂടെ കൊണ്ടുവന്നത് എന്ന് അച്ഛൻ പറയുന്നു. He created other room, വേറൊരു റൂം ഉണ്ടാക്കി. Was wanted by Greta. Kitchen, dining room, living room, bedroom, room for cat and bathroom. ഇത്രയും ഉണ്ടാക്കി. Then she said there was no need for bathroom as it is not a real house. Real house അല്ലാത്തതുകൊണ്ട് ബാത്റൂമിൻ്റെ ആവശ്യമില്ല എന്ന് കുട്ടി പറയുകയാണ്. So people would not use it. He agreed. സമ്മതിച്ചു അച്ഛൻ. He programmed bowls of peaches in every room and he asked അവൾക്ക് വേണ്ടി വെർച്വൽ റൂംസിലെല്ലാം പീച്ചസിൻ്റെ വെച്ചു, ബൗൾ വെച്ചു. എന്നിട്ട് പറഞ്ഞു മോളോട് ക്ലിക്ക് ചെയ്യാൻ. Greta clicked and smiled when she word appear ചെയ്യുമ്പോൾ, peaches എന്ന് പറഞ്ഞ വേർഡ് അപ്പിയർ ചെയ്യുമ്പോൾ she was happy. It was a shifty smile, the smile she got when she pretended to have understood something which made no sense to her. പക്ഷേ ഇവിടെ he said there could be the other fruits like apples, പിയർ, എന്തൊക്കെ വേണോ, ഫ്ലവേഴ്സ് വേണോ, ഏതും നമുക്ക് ഈ സൈറ്റിൽ കൊണ്ടിരിക്കാൻ മോളെ എന്ന് പറയുന്നു. അങ്ങനെ ഗ്രീറ്റ് എഗ്രി ചെയ്യുന്നു. അതിനുശേഷം എന്ത് വേണമെങ്കിലും ഇതിൽ കൂടെ ചെയ്യാൻ പറ്റുമെന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നു. His wife was cutting blackberries in the garden. Greta was getting up from her chair to help her. Greta would never have a house of her own. അവൾക്ക് അതിൻ്റെ സത്യാവശ്യം മനസ്സിലാക്കി. എനിക്ക് എൻ്റേതായ ഒരു സ്വന്തമായിട്ട് വീട് ഉണ്ടാകാൻ പോകുന്നില്ല. She would live in a group house. അതായത് ഇവരുടെ മാതിരിയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ താമസിക്കുന്ന ആണ് അവൾക്ക് താമസിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി. He hoped that the house would be large and have a sheer white curtains everywhere in the rooms. എല്ലാ റൂമിലും വെള്ള കർട്ടൻ ഉണ്ടാവണമെന്ന് വിചാരിച്ചു. He hoped that they would have a orchard with fruit. ഏതൊക്കെ ഫ്രൂട്ട്സാണ് വരുന്നത്? ബ്ലൂ ബൗൾസ്, എല്ലാ ബൗൾസിലും ബ്ലൂ കളറായിരിക്കണം. ആപ്പിൾസ് വേണം, പീച്ചസ് വേണം, പിയേഴ്സ് വേണം. വട്ടവർ അവൾ ചോദിച്ചതൊക്കെ കിട്ടാനുള്ള ബൗൾസിൽ വയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇവിടെ നമ്മൾ ഈ എക്സൈറ്റ്മെൻറ്റ്, അതായത് നമ്മൾ ചോദിച്ചു ഈ വൈഫിന്, how does the wife and the son react to the man's excitement? ഇയാൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അയാൾക്ക് എക്സൈറ്റ്മെൻറ്റിൽ മോളെ എക്സൈറ്റ് ചെയ്യിക്കാനാണ് ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു കൊടുത്തത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ കാരണം? വാട്ട് ഡസ് ദിസ് ടെൽസ് അബൌട്ട് ദെയർ ക്യാരക്ടർ? അവരുടെ ക്യാരക്ടറിനെ പറ്റിയാണ്. ക്യാരക്ടറൈസേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. പരീക്ഷയിൽ ക്യാരക്ടറൈസേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. മോളുടെ കാര്യമോ അച്ഛൻ്റെ കാര്യമോ ബേസിക്കലി അച്ഛൻ്റെ കാര്യമായിരിക്കും ചോദിക്കുക. കാരണം എല്ലാ പാരൻസിനും അവരുടേതായ ഒരു വിഷ് ഉണ്ടാവും. അതുമാതിരി അങ്ങനെ ചോദിക്കാനും സാധ്യത. അപ്പോൾ ക്യാരക്ടറൈസേഷൻ എന്നുള്ള ഒരു ഫോർമാറ്റ് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. The wife and son react to man's excitement in a negative way. അല്ലെങ്കിൽ 4 പേരുടെയും ക്യാരക്ടറൈസേഷൻ ചോദിക്കാൻ പറ്റും. നെഗറ്റീവ് വേയിലാണ് മോനും അമ്മയും പെരുമാറിയിട്ടുള്ളത്. ദേ ആർ അൺഇൻട്രസ്റ്റഡ് ഇൻ ദ ഹോൾ തിങ്. അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അവർക്കിത് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ. They tells that they are not much concerned with the happiness of Greta, who is differently able to tell. അവളുടെ സന്തോഷത്തിനാണ് അച്ഛൻ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇവർക്ക് അവളുടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയുള്ള, അതായത് ഒരു അംഗവൈകല്യമുള്ള ഒരു കുട്ടിയുടെ ഇൻട്രസ്റ്റിനൊന്നും ഇവർ അമ്മയും മോനും താല്പര്യം കാണിക്കുന്നില്ല എന്ന് പറയുന്നു.
വൈ ഡു സൺ ആൻഡ് വൈഫ് അൺഇൻട്രസ്റ്റഡ്? ഡു എഗ്രി ദിസ്? ഇതിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ്, മകന് ഇഷ്ടം കരാട്ട പഠിക്കാനും വൈഫിന് ഗാർഡനിൽ പോവാനുമാണ് ഇഷ്ടം. അപ്പോൾ ബോത്ത് ഓഫ് ദം ആർ നോട്ട് ബോദർഡ് ഇൻ ദ വെൽഫെയർ ഓർ ഹാപ്പിനെസ് ഓഫ് ഗ്രേറ്റ്. അവളുടെ സന്തോഷത്തിലേക്കോ സുഖത്തിലേക്കോ ബാക്കിയുള്ളവർക്ക് താല്പര്യമില്ല. ഐ ഡോണ്ട് അപ്രൂവ് ഓഫ് ദെയർ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ പാടില്ല. ഓദർ പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു വിരസത കാണിക്കാൻ പാടില്ല. ആ കുട്ടിക്ക് ഓൾറെഡി ഡിഫിക്കൽട്ടീസ് ഉള്ളപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് ഓദർ പറയുന്നതിൻ്റെ അർത്ഥം. ഇനി ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോരുത്തർക്കും ക്വസ്റ്റ്യൻസ് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ കൂടെ ഓരോ ഗ്രേറ്റ ടൈപ്പ് ചെയ്യാൻ വളരെ സ്ലോ ആയിരുന്നു. എന്നാൽ കൂടെയും അവൾ സ്കൂളിൽ പഠിക്കുകയും ഷീ മൈറ്റ് ബി ഏബിൾ ടു ടൈപ്പ് ഫാസ്റ്റ് ടു ഗെറ്റ് എ ജോബ്. അത് ടൈപ്പിംഗ് പഠിച്ച് സംസാരിക്കാൻ പറ്റാത്ത കുട്ടിയായാലും ഡിസേബിൾഡ് ആയാലും ജോലി കിട്ടാനുള്ള ശ്രമത്തിനാണ് ഈ അച്ഛൻ ശ്രമിക്കുന്നത്. ബട്ട് ആസ് ഗ്രേറ്റ വാസ് എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചൈൽഡ്. ആ കുട്ടിക്കുള്ള വിഷമത്തിനെ മറക്കാനും അവളെ സ്വയം ഡിപ്പെൻഡ് ചെയ്യാനുമാണ് അച്ഛൻ ശ്രമിക്കുന്നത്. വൈ ഡസ് ഗ്രേറ്റ ഇൻറ്റെൻഡ് ടു ഹാവ് എ ബാത്റൂം ഇൻ ഹെർ ഹൗസ്? അവളുടെ റൂമിൽ, അവളുടെ വീട്ടിൽ ഒരു ബാത്റൂം വേണമെന്ന് എന്താണ് അവൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ടെക്സ്ച്വലിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഗ്രേറ്റ ഡസ് നോട്ട് ഇൻറ്റെൻഡ് ടു ഹാവ് എ ബാത്റൂം ഇൻ എ ഹൗസ് ബിക്കോസ് ദിസ് ഈസ് നോട്ട് എ റിയൽ ഹൗസ്, സോ പീപ്പിൾ വുഡ് നോട്ട് യൂസ് ഇറ്റ്. അതുകൊണ്ടാണ് അവൾ വേണ്ടെന്ന്. അവൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി, അവൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്നർത്ഥം. ഇനി റീഡ് ആൻഡ് റെസ്പോണ്ട് നിങ്ങളുടെ ആക്ടിവിറ്റിയിലുണ്ട്. ഈ ആക്ടിവിറ്റിയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്, സ്റ്റോറി ക്യാൻ ബി അനലൈസ്ഡ് ബേസ്ഡ് ഓൺ ദ ക്യാരക്ടേഴ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, ക്യാരക്ടറൈസേഷൻ ചോദിക്കാം. സെറ്റിംഗ്, പ്ലോട്ട്, മൂഡ്, സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ലാംഗ്വേജ്. ഇതെത്രയും നമുക്കൊരു സെറ്റപ്പിൽ കൊണ്ടുവരാൻ പറ്റും. ഇൻ ദ ലൈറ്റ് ഓഫ് റീഡിംഗ് സ്റ്റോറി ഡിസ്കസ് ചെയ്യുമ്പോൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ടും ഡിസ്കസ് ചെയ്യാം. ഇത് മനസ്സിലായോ? ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ ക്യാരക്ടറൈസേഷനാണ്. ക്യാരക്ടേഴ്സ് 4 പേരുടെ ക്യാരക്ടർ എടുത്ത് പറയുന്നുണ്ട്, സെറ്റിംഗ് പറയുന്നുണ്ട്, ഡൈനിങ് റൂമാണ്, അതായത് സ്റ്റോറി എവിടെ നടക്കുന്നു, പ്ലോട്ട് അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു, മൂഡ് ഹോപ്പ് ആൻഡ് ജോയ്, അതാണ് മൂഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാപ്പി ആക്കാനാണ് അച്ഛൻ്റെ ശ്രമം എന്നർത്ഥം. ലാംഗ്വേജ്, സ്ട്രക്ചർ ആൻഡ് ലാംഗ്വേജിനെ പറ്റി എടുത്തു പറയുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണമായിട്ടുള്ള നമ്മളുടെ എവരിബഡി ലാംഗ്വേജാണത്. ഇതിനെ സ്റ്റോറിയിൽ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്ന ഡയലോഗിൽ കൂടെയാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അവിടെ മാത്രം തന്നെ ക്യാരക്ടറൈസേഷൻ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഷോസ് എ ലവിങ് ഫാദർ ടേക്കിംഗ് പെയിൻസ് ടു മേക്ക് ഹിസ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചൈൽഡ് ഹാപ്പി. ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമാണ് ഒരു ചൈൽഡിൻ്റെ ഫാദറിന്, പാരൻസിന് അവരുടെ കുട്ടിക്ക് കാണുന്ന അംഗവൈകല്യം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അവരുടെ സ്കിൽസിൽ അല്ലെങ്കിൽ അവരുടെ ഓർഗൻസിലോ അല്ലെങ്കിൽ ഫിസിക്കലോ മെൻ്റലോ ഏതെങ്കിലും വിധത്തിലുള്ള നെഗറ്റീവ് സൈഡ് കണ്ടാൽ ഏറ്റവും വിഷമിക്കുന്നത് പാരൻസ് ആയിരിക്കും. അതാണ് ഈ സ്റ്റോറിയുടെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിന് വേണ്ട വിധത്തിൽ അവർക്ക് എത്രത്തോളം പ്രോത്സാഹനം അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് അച്ഛനമ്മമാർ ശ്രമിക്കുന്നത്. ഞാൻ ന്യൂസ് പേപ്പറിൽ പലതിലും വായിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടെക്നോളജി റിലേറ്റഡ് ആവുമ്പോൾ can we call this technology story? Yes, we can call it as a technology story because ഈ സ്റ്റോറിൻ്റെ ഡെവലപ്മെൻറ്റ് മുഴുവനും ബേസ്ഡ് ഓൺ ദ ടെക്നോളജിയാണ്. വൈ ഡു യു തിങ്ക് സോ? ഐ തിങ്ക് സോ ബിക്കോസ് ടെക്നോളജി ഈസ് യൂസ്ഡ് മേക്ക് എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചൈൽഡ് ഹാപ്പി. ടെക്നോളജി ഫുൾഫിൽസ് ഹെർ ഡ്രീം. അവളുടെ ഡ്രീംസിനെ, സ്വപ്നത്തിനെ ഈ ടെക്നോളജി വഴി നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഡ്രീമിനെ ട്രൂ ആക്കാൻ ശ്രമിക്കുന്നു. Do you have any evidence of this site? Yes, I have. Greta clicked and the time smiled. ആ സമയത്താണ് അവളുടെ ഇതിനെപ്പറ്റി നമ്മൾ പറയുന്നു, ക്ലിക്ക് ചെയ്യുന്നു, അതവൾ ശ്രദ്ധയോടെ വരുന്നു. ഓക്കെ, ഇനി ഷോർട്ട് സ്റ്റോറിയാണ് ചോദിക്കുന്നെങ്കിൽ അതിനെപ്പറ്റി എങ്ങനെ എഴുതാം? അവളൊരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഗേൾ ആയിരുന്നു. ഡിഫറെൻ്റ്ലി ഏബിൾ എന്ന് വെച്ചാൽ ഫിസിക്കൽ ഓർ മെൻ്റൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ കുറവുള്ളവർ, ബിക്കോസ് ദേ ആർ നോട്ട് ഏബിൾ ടു എൻജോയ് നോർമൽ ചാംസ് ഓഫ് ഡെയിലി ലൈഫ്. സാധാരണ ആൾക്കാർ ജീവിക്കുന്ന മാതിരി അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഇറ്റ് കേസ് ടെക്നോളജി ഇവിടെ
ഈ ലെസൺ മുഴുവനും ടെക്നോളജിനെ പറ്റിയാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോൾ ഇവിടെ കാണുന്നുണ്ട്. അതിൽ കൂടെ അവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കാണാറുണ്ട് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് സ്പോർട്സിൽ വരെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികൾ വരുന്നുണ്ട്. അവർക്കുള്ള ഡാൻസ് കളിക്കുന്നുണ്ട്. ഈവൻ സൂപ്പർ ഡാൻസ് പെർഫോമൻസിലും ഈ കുട്ടികളിരുന്ന ഒരു പ്രോഗ്രാം ഞാൻ കാണുകയും ചെയ്തു. അപ്പോൾ എല്ലായിടത്തും ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികൾക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കാനാണ് സൊസൈറ്റി ഡിസൈഡ് ചെയ്തിട്ടുള്ളതും അവളുടേതായ ഒരു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള ലെവലും അവൾ ആഗ്രഹിക്കുന്നുണ്ട്. She can't get a real house because of her choice. But technology comes to her rescue and gives her imaginary house. അവൾക്ക് ശരിക്കായിട്ടുള്ള വീട് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇമാജിനറി ആയിട്ടുള്ള ഒരു വീട് അവൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എല്ലായിടത്തും ബ്ലൂ ബൗൾ ഇൻ എവറി റൂം. ഷി വോണ്ട്സ് പീച്ചസ്. എല്ലാ കിച്ചണിലും ലിവിങ് റൂമിലും എല്ലാ ബെഡ്റൂമിൽ പീച്ചസ് വയ്ക്കാനും പറ്റുന്നു. അവൾക്ക് വേണ്ടത് എന്തായിരുന്നു? 11 വിൻഡോസ് വേണം. ഈ വിൻഡോസൊക്കെ വൈറ്റ് കേർട്ടൻസ് ആയിരിക്കണം. ഷീ വോണ്ടഡ് എ കിച്ചൺ, ഡൈനിങ് റൂം, ബെഡ്റൂം, എല്ലാ സൈബർ സ്പേസിൻ്റെ വിധത്തിൽ അവൾക്ക് സന്തോഷം കിട്ടുന്ന വിധത്തിലാണ് അവളുടെ അച്ഛൻ ശ്രമിക്കുന്നത്. ഇത് അടുത്തത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ ആക്ടിവിറ്റിയിലാണ്. ഇതിൽ ഈ ഷോർട്ട് സ്റ്റോറീനെ എഴുതാനാണ് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ സെറ്റിംഗ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ആ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ വരുന്നത് മുഴുവൻ ഇൻ്റർനെറ്റിന് യു കുഡ് ക്രിയേറ്റ് ഹോൾ സ്ട്രീറ്റ്, wife and son eating pistas, only creator looked up. അച്ഛൻ ചെയ്യുന്നതിൽ what is interesting about this family? It is a family, they eat their meals together. ഇത് ഈ കാലഘട്ടത്തിൽ കുറച്ച് കുറവായി പോയിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദ ഇൻ്റർനെറ്റ്. വൺസ് അഗെയിൻ എല്ലാവരും അവനവൻ്റെ റൂമിലിരിക്കും. ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുക, ഒരുമിച്ചിരുന്ന് നമ്മളുടെ ഡിസ്കഷൻ ചെയ്യുക, അത് കുറഞ്ഞു പോകുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ പറയുന്ന സത്യാവസ്ഥയാണിത്. ഇറ്റ് ഈസ് എ മിഡിൽ ക്ലാസ് ഓർ അപ്പർ ക്ലാസ് ഫാമിലി. യെസ്, ഇറ്റ് ഈസ് എ മിഡിൽ ക്ലാസ് ഫാമിലി. ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി? ഷീ ഈസ് എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഗേൾ. ഷീ ഗോസ് ടു സ്പെഷ്യൽ സ്കൂൾ. 16 വയസ്സായി. ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. യങ്ങർ ബ്രദറുണ്ട്. അവൾക്ക് ടൈ കെട്ടാൻ തന്നെ, ഷൂസിൻ്റെ ടൈ കെട്ടാൻ തന്നെ അവൾ പഠിച്ചത് 10 വയസ്സിലാണ്. അത്രത്തോളം ഹാൻഡിക്യാപ്പാണെന്ന് അർത്ഥം. ഷി സ്റ്റിൽ ഹാവ് സം ഡിസയേഴ്സ്. ആ ഡിസയേഴ്സിന് ബിഗ് ഹൗസ് വേണം, പീച്ചസ് വേണം, അതിനെയാണ് വലിയ വലിയ റൂംസ് ഉള്ളത് വേണം. അവളുടെ ക്യാറ്റിന് വേറെ റൂം വേണം. ഇതൊക്കെ അവൾ അച്ഛൻ്റെ കൂടെ അവൾ സാക്ഷാത്കരിക്കുന്നു. Her father is a quite loving father. He tries too hard to make his daughter happy by trying to give her what he could on the cyber space വഴി. സൈബർ സ്പേസിൻ്റെ ബേസ്ഡ് ആയിട്ടാണ് ലെസൺസ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ തന്നെ കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റോറി ഇവിടെ കൊണ്ടുവന്നത്. ഗ്രീറ്റാസ് മദർ ആൻഡ് ഹർ ബ്രദർ വാസ് നോട്ട് അഫെക്ഷനേറ്റ്. അതും എടുത്ത് പറയുന്നുണ്ട്. കൺസിഡറേറ്റും അല്ല അവർക്ക്. വി സി മേക്കിംഗ് ഐസ് വെൻ ഗ്രേറ്റ ആസ് ഫാദർ ടു ഷോ ഹർ എ പ്ലേസ് ഓൺ ദ സൈബർ സ്പേസ്. അപ്പോൾ അവളുടെ അച്ഛനാണ് മോളോട് താല്പര്യം കൂടുതലും അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും മദറിനും ബ്രദറിനും അത്ര വലിയ കാര്യമായിട്ടുള്ള അഫെക്ഷൻ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഇവിടെ സാധാരണ അനാലിസിസ് ചെയ്യുന്നുണ്ട് സ്റ്റോറീൻ്റെ. ഈ വാക്കുകളൊക്കെ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്ത് പോകണം. ഓരോ ടെക്സ്റ്റൽ ഇൻഫർമേഷൻ കൊടുത്തതും റീഡേഴ്സിൻ്റെ റെസ്പോണ്ടും അനലൈസ് ചെയ്ത് പോകണം. അനാലിസിസ് ആണ് കോളം ടു ദ റൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രീറ്റ ഓഫൻ റിപ്പീറ്റഡ് വാട്ട് എവർ ഷീ ഹേർഡ്. ഷീ ഈസ് നോട്ട് നോർമൽ. സാധാരണ കുട്ടിയല്ല. അനലൈസ് ചെയ്തു. ഷീ കുഡ് ടൈ ഹർ ഷൂസ് ഓൺലി വെൻ ഷി വാസ് 10. ഷി വാസ് അഗെയിൻ എന്താ പറയുക, ഹാൻഡിക്യാപ്പാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അനാലിസിസ് അവിടെ വരുന്നത്. ആക്ടിവിറ്റി 5 നിങ്ങൾക്ക് എന്താ കിട്ടിയിട്ടത്? റീവിസിറ്റ് ദ സ്റ്റോറി. ഇതിൻ്റെ സ്റ്റോറീനെ ഒരു റിഫ്ലക്റ്റ് ചെയ്യുക. റിലേഷൻസ് ആ സ്റ്റോറീനെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്തെടുത്തിട്ട് ഈ സ്റ്റോറി വെച്ചുകൊണ്ട് തീം ഓഫ് ദ സ്റ്റോറി, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്, ടെൻഡർ മൊമെൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി, യുവർ ഫീലിങ്സ് ആഫ്റ്റർ റീഡിങ് ദ സ്റ്റോറി. നിങ്ങൾക്ക് എന്ത് തോന്നി അങ്ങനെ. ലാംഗ്വേജ്, ടോൺ, മോഡ്, സ്ട്രക്ചർ ഓഫ് ദ സ്റ്റോറി എന്ന് എടുത്തെഴുതിയിട്ട് നിങ്ങൾ അതിനെ സ്വന്തമായിട്ടുള്ള ഒരു കഥയാക്കി മാറ്റാനും പറ്റാം. നൗ പ്ലാൻ യു ആർ ഗോയിങ് ടു ടെൽ പീപ്പിൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ സ്റ്റോറി. നിങ്ങൾ ഒരാളോട് പറയാൻ പോവുകയാണ്, ഈ സ്റ്റോറീനെ പറ്റി എടുത്ത് പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അത് ടെക്സ്റ്റ് മെസ്സേജിൽ അയക്കാം. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിനെ പറ്റിയും മൊബൈലിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജായിട്ട് അയക്കാം. ഇമെയിൽ റിലേറ്റീവിന് കൊടുക്കാം.
പോസ്റ്റ് ചെയ്യാം, പോസ്റ്റൽ നെറ്റ്വർക്ക് കൂടെ സൂക്ഷിക്കാം. അപ്പോൾ ഇതിന് കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടൻറ്റും സ്റ്റൈലും എടുത്ത് ഗ്രൂപ്പ് റൈറ്റിങ്ങിലും റൈറ്റിംഗ് അബൌട്ട് ദ ടെക്സ്റ്റും ബോക്സസിൽ നമുക്ക് തന്നിട്ടുള്ള റീഡറിൻ്റെയും ഞങ്ങളുടെ എക്സാം പോയിൻറ്റിൻ്റെ ഡയറി ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റും. ഇനി ഓൾട്ടർനേറ്റീവായിട്ട് ഇമെയിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ ബുക്കിലുണ്ട്, ഞങ്ങളുടെ എക്സാം പോയിൻറ്റിൻ്റെ ഡയറിയിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഇത് ഞങ്ങൾ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇമെയിലിൻ്റെ ഡ്രാഫ്റ്റാണിത്. ആ ഡ്രാഫ്റ്റിൽ കൂടെ ഈ കഥേനെ പറ്റിയാണ് നമ്മൾ എടുത്ത് പരാമർശിക്കുന്നത്. വായിച്ചു നോക്കി നിങ്ങളത് ചെയ്യാം. അവളുടെ വലിയ വീട് വേണമെന്നുള്ള ആഗ്രഹം, ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ബുക്ക് നമ്പർ പേജ് നമ്പർ 99 ഓൺവേർഡ്സ് യു ക്യാൻ റെഫർ അവർ ഗൈഡ്. ഇതിൽ കൂടെ നമ്മൾ ഈ ലെസണിൽ കൂടെ ഗ്രീറ്റ ഈസ് ഹാപ്പി ആൻഡ് ഇമാജിനറി. Her father hopes and prays for one day Greta may live in a house of dreams. ആ കുട്ടി എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ള ഒരു വീട്ടിൽ അവൾ താമസിക്കുമെന്ന് അച്ഛൻ വിചാരിക്കുന്നു. ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അച്ഛൻ്റെ ഇമോഷൻസാണ്. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നമ്മളിത് ലെറ്ററാണ്, ലെറ്റർ തീർത്ത് വരികയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുമ്പോഴത്തേക്കും ആക്ടിവിറ്റി വരുന്നത് ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഞാൻ ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആക്ടിവിറ്റിയിൽ നോക്കുക, അത് കഴിഞ്ഞിട്ട് അതേമാതിരി ചെയ്യാൻ ശ്രമിക്കുക. ഇത് ജോബ് ആപ്ലിക്കേഷൻ്റെ ഒരു ലെറ്റർ റൈറ്റിംഗ് ആണ്. ലെറ്റർ റൈറ്റിംഗ് ഈസ് എ ഡെഫിനറ്റ് ക്വസ്റ്റ്യൻ ഫോർ യു. ആ മാർക്കിൻ്റെ ബേസിസിലാണ് വരുന്നത്. ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഫോർമാറ്റിനാണ് മാർക്ക്. അത് നോക്കി പഠിക്കുക. ജോബ് റെഫറൻസ് ആണ്. ഞാൻ ഗ്രാജുവേറ്റ് ആണ്. ആദ്യം നമ്മൾ സബ്ജക്റ്റ് കൊടുക്കണം. ജോബ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് സബ്ജക്റ്റ്. റെഫറൻസ് എന്നുള്ളത് നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഞാൻ അതിന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ, നമ്മളുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു വരികയാണ് കണ്ടൻറ്റ്. ജോബ് ലെറ്ററാണ്, ആപ്ലിക്കേഷനാണ് കേട്ടോ. എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. എരിഞ്ഞാലക്കുടയിലായിരുന്നു ഞാൻ പഠിച്ചതും. 2 മാസത്തെ എക്സ്പീരിയൻസ്. നമ്മളുടെ ഈ ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ ഇതൊക്കെ എഴുതണം. എന്നിട്ടാണ് നമ്മളുടെ ഫോട്ടോവും വെച്ചിട്ട് CV നമ്മൾ അയക്കുക. മൈ ഡീറ്റെയിൽഡ് CV ആൻഡ് പ്രസൻറ്റ് ഫോട്ടോഗ്രാഫ്, റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് ആർ എൻക്ലോസ്ഡ്. ഐ എം പ്രിപ്പയർഡ് ടു കം ഫോർ ഇൻ്റർവ്യൂ. ഏത് ദിവസം വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ലെറ്റർ അവസാനിപ്പിക്കുക. ഇതേമാതിരി അഷുറൻസ് കൊടുക്കുക. എന്തുകൊണ്ടാണ് ഞാൻ ഏറ്റവും നല്ലതായിട്ട് ചെയ്തു തരും നിങ്ങളുടെ ഇത് ഞങ്ങളുടെ റീഡറിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ഗൈഡിലുള്ള ലെസൺ തന്നെയാണ്, ലെറ്റർ തന്നെയാണ്. വായിച്ച് മനസ്സിലാക്കുക. ലെറ്റർ എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു ഫോർമാറ്റും തന്നിട്ടുണ്ട്. ഡെഫിനിറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റർ ഈസ് എ ഡെഫിനിറ്റ് ക്വസ്റ്റ്യൻ. ഇനി എൻക്ലോസിങ് CV എന്ന് വെച്ചാൽ നമ്മളുടെ കരിക്കുലം വിറ്റയാണ്. അതിൽ നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളതിനാണ് ഞാനിവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മളുടെ അഡ്രസ്സ് എന്തിനാണ്, ആർക്കാണോ അയക്കുന്നത് അത് വരും, ഇമെയിൽ വരും. കരിയർ ഒബ്ജക്റ്റീവ്, എങ്ങനെയാണ് നമ്മൾ എന്തിനാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതാണ് കരിയർ ഒബ്ജക്റ്റീവ്. ഓക്കെ, അത് നോക്കിയിട്ട് അത് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, ഓരോ സ്കൂൾ എവിടെ പഠിച്ചു, എത്ര സ്കോറിൽ പാസ്സായി, എത്ര പെർസെൻറ്റേജ് കിട്ടി, ഏത് ഡിഗ്രി കിട്ടി എന്നുള്ളതാണ്. ഇനി അച്ചീവ്മെൻറ്റ്സ്, നിങ്ങൾ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ CV കൊണ്ടുവരും. അതിനുശേഷം നമ്മൾക്ക് അവരോട് പറയാം നമുക്ക് ഈ ജോലി തരാൻ ആവശ്യമുണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അവൈലബിൾ ഡിമാൻഡ് ചോദിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട്. ഇനി ടെലിഫോണിക് ഇൻ്റർവ്യൂ വരികയാണ്. CV കണ്ടു, നിങ്ങളെ ടെലിഫോണിക് ഇൻ്റർവ്യൂ വിളിച്ചു. ടെലിഫോൺ ഇൻ്റർവ്യൂ വിളിച്ചിട്ട് അവർ ചോദിക്കുകയാണ് നിങ്ങളോട് ചില ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ഫോർമാറ്റാണ്. ഇതും ഞങ്ങളുടെ എക്സാം പോയിൻറ്റിൻ്റെ ഗൈഡിലുണ്ട്. പ്ലീസ് റെഫർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ശ്വേതേൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയുന്നു, സല്യൂട്ടേഷൻസ് കൊടുക്കുന്നു. അതിനുശേഷം ചോദിക്കുന്നു ഞാൻ ഇന്ന കമ്പനിയുടെ മാനേജറാണ്, അപ്ലിക്കേഷൻ കിട്ടി, ഇൻ്റർവ്യൂ ചെയ്യാൻ തയ്യാറാണോ? ഓക്കെ, അതിനുശേഷം അവരുടെ കോൺവെർസേഷനാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്ക് പരസ്പരം മാനേജറും കുട്ടിയും തമ്മിലുള്ള അല്ലെങ്കിൽ കാൻഡിഡേറ്റും തമ്മിലുള്ള ഡിസ്കഷൻസാണ്. ഇംപ്രസീവായി ഞങ്ങൾ തിരിച്ചു വിളിക്കും എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നത് വെച്ചാൽ മാനേജർ അയക്കുന്നു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആണോ, കമ്പ്യൂട്ടർ നോളേജ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കുട്ടി പറയുന്നു യെസ്, ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് അല്ലെങ്കിൽ. ബി ഓണസ്റ്റ് വെൻ യു ആർ ഗെറ്റിംഗ് എ കോൾ ഫോർ എൻ ഇൻ്റർവ്യൂ, നെവർ ലൈ.
then you will land up in trouble. So please be honest. അറിയാവുന്നത് മാത്രം പറയുക. അത് കഴിഞ്ഞ് അപ്പോൾ ലാസ്റ്റായിട്ട് സാധാരണ എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ് ഇത്. വാട്ട് സാലറി ഡു യു എക്സ്പെക്റ്റ്? നിങ്ങൾ എത്രയാണ് ശ്രമിക്കുന്നത്? അപ്പോൾ അവിടെയും നമ്മൾക്ക് അറിയാൻ പറ്റുന്നത് നമ്മൾക്ക് പറയുന്നത് തെറ്റില്ല. കാരണം നമ്മളുടെ ക്വാളിറ്റീനെ പറ്റി നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾക്ക് എടുത്ത് പറയാം. ഇന്ത്യയിലാണെങ്കിൽ എനിക്കിത്ര, സിംഗപ്പൂർ ആണെങ്കിൽ അത്ര. ഇത് സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയാണിത്, അതുകൊണ്ടാണ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ന് വരാൻ പറ്റും മാനേജർ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന ദിവസം വരാമെന്ന് നമ്മൾ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്രിസ്മസ് ടൈം കഴിഞ്ഞു. കുട്ടിയെ അവരുടേതായ വിധത്തിൽ പറഞ്ഞു പോകാൻ പറ്റും ടെലിഫോണിക് ഇൻ്റർവ്യൂവിൽ കൂടെ. അപ്പോൾ സിംഗപ്പൂരിലേക്ക് വരാനും സിംഗപ്പൂരിൽ ജോയിൻ ചെയ്താൽ എനിക്ക് ഇത്ര വേണം, ഇന്ത്യയിലാണെങ്കിൽ ഇത്ര വേണം. അപ്പോൾ ഇവിടെ അവർ വൈൻഡ് അപ്പ് ചെയ്യാണ് ആ ഇൻ്റർവ്യൂസ്. ഓക്കെ, ഇനി അടുത്തത് ഇൻ്റർവ്യൂവിൽ അടുത്ത ടോപ്പിക് വന്നിട്ട് റൈറ്റപ്പാണ്. റൈറ്റപ്പിൽ ചോദിക്കുന്നത് വാട്ട് യു വോണ്ട് ടു, വൈ ദിസ് ജോബ് ഈസ് റിക്വയർഡ്, പ്രിപ്പയർ എ റൈറ്റപ്പ് ആൻഡ് അബൌട്ട് 1.5 pages. റൈറ്റപ്പ് കൊടുക്കുമ്പോഴത്തേക്കും, റൈറ്റപ്പ് എന്ന് വെച്ചാൽ ആ ജോബ് എന്തുകൊണ്ട് നിനക്ക് വേണം എന്ന് ക്വസ്റ്റ്യനാണ് അവിടെ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അംബീഷ്യസ് ആണ്, ഞാൻ ടാലൻ്റുള്ള കുട്ടിയാണ്, എനിക്ക് ഈ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഏത് ജോലിയിലും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ അപ്ലിക്കൻറ്റിനും മാനേജർക്കും തമ്മിൽ റാപ്പോ നല്ല വിധത്തിൽ ഡെവലപ്പ് ആവണം. ഓക്കെ, ഇനി റൈറ്റപ്പിലും ആ കുട്ടി എന്തുകൊണ്ടാണ് ജോലി വേണ്ടത് എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എഴുതി വരുന്നു, അപ്രീഷിയേറ്റ് ചെയ്ത് നിങ്ങളുടെ കമ്പനി എപ്പോഴും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ആ കമ്പനീനെ പറ്റി ഒരു റിസർച്ച് ചെയ്യുക, അവരെ പറ്റി നല്ല പോയിൻറ്റ്സ് എടുത്ത് പറയുക. അതാണ് ഒരു ഇൻ്റർവ്യൂവിലുള്ള ബെനിഫിറ്റ്. ഓക്കെ, എന്ത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ, ഈ കാരണം കൊണ്ടാണ് ഞാൻ ഈ ജോലി കിട്ടാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പിന്നെ മാത്രമല്ല, ഇവിടെ സിംഗപ്പൂർ ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് ആ കുട്ടിക്ക് സിംഗപ്പൂർ കാണാനുള്ള ചാൻസും കിട്ടുമെന്നുള്ള തോന്നൽ കൂടി ഉണ്ടെന്ന് അവൾ പറയുന്നു. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ്, ഇൻ്റലിജൻ്റ് ആണ്, അതോറിറ്റീസിൻ്റെ അടുത്ത് പ്രോബ്ലമാറ്റിക് ആയിട്ട് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരിക്കും ഞാനെന്ന് സെൽഫായിട്ട് അവരെ പറഞ്ഞ് അഷുറൻസ് കൊടുക്കുകയാണ്. ഷിപ്പിംഗ് കമ്പനി ആയതുകൊണ്ടും ട്രാൻസ്ഫറബിൾ ഉള്ളതുകൊണ്ടും എനിക്ക് നല്ല ക്വാളിഫിക്കേഷൻസ് ഉള്ളതുകൊണ്ടും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും എനിക്ക് ഇതിൽ നല്ല വിധത്തിൽ ലൈഫിൽ മുന്നോട്ട് വരാമെന്നുള്ള ശുഭാപ്തി വിശ്വാസം കൂടി എനിക്കുണ്ട് എന്ന് ആ കുട്ടി പറയുന്നു. ഇതോടുകൂടി ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ലെസണിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ വെല്ലായിട്ട് പ്രിപ്പയർ ചെയ്യുക പരീക്ഷയ്ക്ക്. എല്ലാവിധ ആശംസകളും ഞാൻ തരുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ എക്സാം പോയിൻറ്റിൻ്റെ ഡയറി അല്ലെങ്കിൽ റീഡറിന് റെഫർ ചെയ്യുക. എക്സാം പോയിൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഗൈഡ് നോക്കുക, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് നോക്കുക. അടുത്ത ഒരു ലെസനോട് വരുന്നവരെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കമൻസും ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുക. നല്ല വിധത്തിൽ എല്ലാവർക്കും നല്ല ബെസ്റ്റ് വിഷസ്, ബെസ്റ്റ് പ്രിപ്പറേഷൻ. ടേക്ക് ടൈം, take rest, eat well, sleep well and prepare well.